നിങ്ങളൊന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യണേ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. എന്തോ കാണുന്നു മാം. മാം കാണുന്നു. മാം കാണുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കയറിയിട്ടുണ്ടേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഷെനാസ് ടീച്ചറെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടീച്ചറെ. സ്റ്റാർട്ട് ചെയ്യാം. സാർ, നമുക്കൊരു സൈലന്റ് പ്രയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഒരു 2 മിനിറ്റ്.
Okay, sir. ഞാൻ റെഡിയാണ്, തുടങ്ങിക്കോളൂ. Okay, sir. Okay, sir. ബഹുമാനപ്പെട്ട മീറ്റിംഗ് അധ്യക്ഷ, our principal, Dr. Chitra Govinath ma'am, our chief guest and resource person of the program, Dr. G. Nagendra Professor, IQAC coordinator, Dr. Sumalashmi teacher, ED club coordinator, Dr. Shahanaz teacher, zoology vifagam, head of the department, Dr. Jasin Rahman sir, ബോട്ടണി വിഭാഗം ഷീബ ടീച്ചർ, നമ്മുടെ കോളേജിലെ മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ടി കെ എം കോളേജിലെ സുവോളജി വിഭാഗവും IQAC-യും ED ക്ലബും നേതൃത്വത്തിൽ നടത്തിവരുന്ന ഏൺ വൈൽ യു ലേൺ എന്ന പ്രോഗ്രാമിന്റെ 3ാം ഭാഗമായ ഒരു വർക്ക്ഷോപ്പാണ് ഇന്ന് നമ്മൾ, അതിന്റെ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കോളേജിലെ കുട്ടികളുടെ മാനസിക സാംസ്കാരിക നൈപുണ്യ വികസനത്തിനായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ചിത്ര ഗോപിനാഥ് മാമിനെ സ്നേഹാദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിന് ഇന്ന് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിനെ നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ സനാതധർമ്മ കോളേജ് സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും സെന്റർ ഫോർ റിസർച്ച് ഓൺ അക്വാട്ടിക് റിസോഴ്സസ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും നിരവധി പ്രകൃതി സംരക്ഷണ ഗവേഷണ പ്രവർത്തനങ്ങളും ഊർജ സംരക്ഷണ സാങ്കേതിക വിദ്യകളും തനതായ രീതിയിൽ സമൂഹത്തിനും യുവതലമുറയ്ക്കും വേണ്ടി വികസിപ്പിച്ചെടുത്ത, കേരളത്തിലും വിദേശത്തുമായി അനേകം മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുകയും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ഡോക്ടർ നാഗേന്ദ്ര പ്രൊഫസറിനെ എന്റെ പേരിലും ടി കെ എം കോളേജിന്റെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതി സംരക്ഷണവും അതിലുപരി മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മികച്ച സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയും അതിൽ സർ പേറ്റന്റ് നേടുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി പുരസ്കാരങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേരളം മുഴുവനും, കേരളത്തും വിദേശത്തുമായി അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാങ്കേതിക മികവും ഇപ്പോഴും പല പല ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസോസിയേഷനുകളും അതുവഴി സമൂഹത്തിനും യുവതലമുറയ്ക്കും കുടുംബശ്രീ പോലുള്ള മറ്റ് അംഗങ്ങൾക്കും ഒക്കെ നിരവധി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ജനങ്ങൾക്ക് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യ പഠിപ്പിച്ചു കൊടുക്കുകയും അതൊരു മികച്ച മേഖലയായി ഇപ്പോഴും വന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ബെസ്റ്റ് കോളേജ് ടീച്ചർ അവാർഡ് 2018 ലഭിക്കുകയും സ്പെഷ്യൽ റൂറൽ ഇന്നവേറ്റർ അവാർഡ് ലഭിക്കുകയും ഫ്ലെയർ റിസർച്ച് എക്സലൻസ് അവാർഡ്, അതുപോലെ ഇന്റർനാഷണൽ ബയോടെക്നോളജി ട്രെയിനിങ് ഫെലോഷിപ്പ് ജർമ്മനിയിൽ നിന്ന് അത് ലഭിക്കുകയും യങ് സയന്റിസ്റ്റ് അവാർഡ് ലഭിക്കുകയും അതുപോലെ വിസിറ്റിംഗ് ഫെലോഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ അക്കാഡമി സയൻസ്, അങ്ങനെ നിരവധി എണ്ണിയാൽ തീരാത്തത്ര പുരസ്കാരങ്ങളും ഫെലോഷിപ്പുകളും കോടിക്കണക്കിന് രൂപയുടെ ഫെലോഷിപ്പുകളാണ് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് ലഭിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആരാധിക കൂടിയാണ്. അദ്ദേഹം ഒരിക്കൽ നമ്മുടെ കോളേജിൽ വന്നിരുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അപ്പം സാറിനെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയതും സാറിന്റെ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സാറ് സന്നദ്ധത കാണിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും സാറിന് സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് എന്റെ പേരിലും ടി കെ എം കോളേജിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായ സ്വാഗതം അർപ്പിക്കുന്നു. താങ്ക് യു സാർ. അതുപോലെ നമ്മുടെ കോളേജിന്റെ IQAC കോർഡിനേറ്റർ ഡോക്ടർ സുമലക്ഷ്മി ടീച്ചർ മറ്റു ഒരു IQAC ആയി ബന്ധപ്പെട്ട മീറ്റിംഗുമായിട്ട് അതിന്റെ വളരെ തിരക്കിലാണ്. അപ്പൊ ടീച്ചർ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചറിനെ എന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ED ക്ലബിന്റെ കോർഡിനേറ്ററും കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഷഹനാസ് ടീച്ചറിനെ എന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സുവോളജി വിഭാഗം
HOD ഡോക്ടർ ജസിൻ റഹ്മാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കോളേജിലെ മറ്റ് അധ്യാപകർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വളരെ സ്നേഹത്തോടുകൂടി ഇതിന്റെ ഈ ക്ലാസ് ശ്രവിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനിരിക്കുന്ന പരിശീലന പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥതയോട് നിങ്ങൾ പങ്കെടുക്കണമെന്നും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളും ഇങ്ങനെ കിട്ടുന്ന മഹത് വ്യക്തികളുടെ സാന്നിധ്യവും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം സർ. നേരെ ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണോ? മുംതാസ് ടീച്ചറെ, നേരെ ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണോ? ടെക്നിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം സർ. സർ ഓഡിബിൾ ആണോ സർ? സർ ടെക്നിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സർ. ഞാൻ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് ഒന്ന് റെഡിയാക്കുകയാണ്. ഏതായാലും ടെക്നിക്കൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതുപോലെ തന്നെ വലിയ വിശാലമായ ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ഏൺ വൈൽ യു ലേൺ എന്നുള്ള ഒരു സങ്കല്പം വെസ്റ്റേൺ കൺട്രീസിൽ വളരെ വ്യാപകമായി പണ്ട് തൊട്ടേ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഏൺ വൈൽ യു ലേൺ എന്നുള്ള പരിപാടി. നമ്മുടെ നാട്ടിലും അത് അനൗപചാരികമായി പലരും ഇപ്പം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാൻഡമിക് ഒക്കെ ഇപ്പം ഞങ്ങളുടെ കോളേജിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾ വർക്ക് ചെയ്യേണ്ട നിർബന്ധിതരായിരിക്കുകയാണ്. ആലപ്പുഴ വലിയ പട്ടണമൊന്നുമല്ല. അപ്പോൾ ഏൺ വൈൽ യു ലേൺ എന്നുള്ളൊരു സംവിധാനം ഇൻഫോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നടപ്പിലായി കഴിഞ്ഞു. സാഹചര്യങ്ങൾ അതനുസരിച്ചിട്ട് അവരെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ കോളേജിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ആശയം മുമ്പോട്ട് വെച്ച് കുട്ടികൾക്ക് ഇത് മാത്രം ആയിട്ട് ഒതുങ്ങണം എന്നില്ല, മറ്റ് പല മേഖലകളിലും നിങ്ങൾക്ക് മുൻകൈ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നിട്ടിറങ്ങിയ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ അതിന് ഒരു തുടക്കമിടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലെക്ചർ അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കട്ടെ. തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അഥവാ ഇനി വല്ല കറണ്ട് പോവുകയോ അതിലെന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകളോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കപ്പ് സംവിധാനമുണ്ട്. പക്ഷെ അതൊന്ന് ആക്റ്റീവായി വരാൻ 1 മിനിറ്റ് ചിലപ്പോൾ താമസം എടുക്കും, ആ ഒരു സ്വിച്ച് ഓവറിനുള്ളത്. അപ്പോൾ അങ്ങനെ വല്ലതും ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ എക്സിറ്റ് ആയതല്ല, 1 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയങ്ങളോ വ്യക്തമായിട്ട് മനസ്സിലായില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ദയവ് ചെയ്ത് അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ലാസ്റ്റ് ഒരു ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ PG കുട്ടികളാണോ അതോ കൂടുതൽ UG കുട്ടികളാണോ അതുപോലെ തന്നെ ശാസ്ത്ര വിദ്യാർത്ഥികളാണോ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതനുസരിച്ചിട്ട് എൻ്റെ ലെക്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സയൻസ് സ്റ്റുഡൻസ് ആണോ കൂടുതൽ? സർ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, എല്ലാ ഫാക്കൽറ്റിയും ഉണ്ട് സർ. ഓക്കെ. അപ്പോൾ എൻ്റെ ജോലി ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാണ് അല്ലേ, കാരണം ശാസ്ത്ര വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. എത്ര മിനിറ്റാണ് എനിക്കുള്ളത്? 1 hour or 45 minutes or more? സർ നമുക്കൊരു 45 മിനിറ്റ്സ് സാറിന്റെ ടെക്നിക്കൽ സെഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, വെരി ഗുഡ്. കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ഡെഫിനറ്റ്ലി.
അപ്പോൾ ഇപ്പോൾ കറക്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ 15:14 അതായത് 3 മണി കഴിഞ്ഞ് 14 മിനിറ്റ്, അതായത് ഇപ്പോൾ 15 മിനിറ്റായി. അപ്പോൾ കൃത്യം 4 മണിക്ക് എൻ്റെ ക്ലാസ് അവസാനിക്കുകയും അത് കഴിഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മുമ്പോട്ട് പോവാം അല്ലേ? കുട്ടികൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം. ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഞാനൊരു എൻ്റെ പ്രസൻറ്റേഷനിലേക്ക് പോവുകയാണ്. എങ്ങനെ, മലയാളത്തിൽ വേണോ, ഇംഗ്ലീഷിൽ വേണോ, മംഗ്ലീഷിൽ വേണോ? കുട്ടികൾ പറയൂ. ഏതായാലും കുഴപ്പമില്ല സർ. ആഹാ, ആമിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. മംഗ്ലീഷ് മതി സർ. ഇംഗ്ലീഷ് മതിയോ അതോ മംഗ്ലീഷ് മതി വേണോ? മംഗ്ലീഷ്. ഓക്കെ. പൊതുവേ മംഗ്ലീഷാണ് എല്ലാവർക്കും താല്പര്യം. ഓക്കെ, അപ്പോ എന്റെ സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? സാറേ ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു എരപ്പ് പോലെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സാർ, അതൊന്ന് നോക്കാം സാറ്. അല്ലാതെ എല്ലാവർക്കും ഉണ്ടോ എന്നൊന്ന് നോക്കുക. കാരണം എനിക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പം കുട്ടികൾക്ക് എന്താണ് കാണുന്നത്? ഫുൾ സ്ക്രീൻ കാണാമോ? ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒന്ന് വായിച്ചേ. സർ സ്ലൈഡ് ഷോ ഇടാമോ സർ? കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും. സ്ലൈഡ് ഷോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് കാണാമോ എന്നുള്ളത്. ഞാനിപ്പോ സ്ലൈഡ് ഷോയിലാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ ഫുൾ സ്ക്രീൻ കാണുന്നില്ല. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം അക്വാട്ടിക് വീഡ്സ് അതല്ലേ സർ? അതെ, ഇപ്പൊ ഞാൻ ഫുൾ സ്ക്രീനാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാമോ അതോ സ്ലൈഡ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ? ചെറിയതായിട്ടാണോ കാണുന്നത്? അല്ല, ഫുൾ സ്ക്രീൻ കാണാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം അക്വാട്ടിക് വീഡ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഏൺ വാല്യൂ ലേൺ എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിന്റെ പേരിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് ആലപ്പുഴ SD കോളേജാണ്, സനാതന ധർമ്മ കോളേജ്. ആലപ്പുഴയിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? പെട്ടെന്ന് പറയൂ. എനിക്ക് 45 മിനിറ്റാണ് മുംതാസ് ടീച്ചർ തന്നിരിക്കുന്നത്. വന്നിട്ടില്ല. അപ്പൊ എന്നാ കുറെ ഫോട്ടോ ഒക്കെ കാണാം, ആലപ്പുഴയുടെയും മറ്റ് ഭാഗങ്ങളുടെയും കുറച്ച് ഫോട്ടോ ഒക്കെ കാണാം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് കുട്ടനാട്, കേരളത്തിന്റെ നെല്ലറയായിട്ടുള്ള കുട്ടനാട് വളരെ മനോഹരമായിട്ടുള്ളതാണ്. പിന്നെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്, കിഴക്കിന്റെ വെനീസ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണുള്ളത്. ഓഫ് കോഴ്സ് കൊല്ലവും ഒട്ടും പുറകിലല്ല, വളരെ നല്ല സ്ഥലമാണ് കൊല്ലവും. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് തന്നെ പറയാറുണ്ട് അല്ലേ? അപ്പൊ അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണെന്നാണ് കൊല്ലത്തെക്കുറിച്ചും നമ്മുടെ സങ്കല്പം. ഓക്കെ, ഇപ്പൊ സ്ലൈഡ് മാറിയോ? ഇല്ല സർ. ഇല്ല. അപ്പം എന്താണോ, എനിക്കിപ്പം എൻ്റെ സ്ക്രീനിൽ സ്ലൈഡ് മാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വന്നിട്ടില്ല അല്ലേ? ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഇപ്പൊ മാറി. ഓക്കെ, അപ്പൊ ഞാൻ ഫുൾ സ്ക്രീനിൽ പോകുമ്പോഴാണ് കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പൊ ഏതായാലും നിങ്ങൾ അതൊന്ന് വലുതാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് വലുതാക്കാൻ പറ്റുമല്ലോ. ഏതായാലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫുൾ സ്ക്രീൻ ഇട്ടാൽ മുമ്പോട്ട് പോകുന്നില്ല. ഈ ഒരു പ്രശ്നം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഏതായാലും ഒന്ന് പ്രസന്റേഷൻ മോഡിൽ നിന്ന് മാറിയിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഞാൻ കുറെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം, ആലപ്പുഴയുടെ ചിത്രങ്ങളും കേരളത്തിന്റെ പൊതുവായിട്ട് ചിത്രങ്ങളും. അതിലെല്ലാം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ നിലനിൽപ്പ്. ഒരു പക്ഷെ എല്ലാ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് ജലാശയമാണ്. അതായത് നദികളും പുഴകളും തോടുകളും കായലുകളും ഒക്കെയാണ്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, നൈൽ വാലി സിവിലൈസേഷൻസ്, അങ്ങനെ സംസ്കാരങ്ങൾ തന്നെ ഉടലെടുത്തത് നദീതീരങ്ങളിലൊക്കെയാണ്. കടൽ മാർഗമാണ് നമ്മുടെ സഞ്ചാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുള്ളത്.
ഇന്ത്യ യൂറോപ്യൻ പിന്നെ ആധിപത്യത്തിലേക്ക് പോയതും ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചതും എല്ലാം കടലിൽ കൂടെ വന്നിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം ജലവുമായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതിൽ കൂടുതൽ ജലാശയങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. നല്ല രീതിയിൽ നമ്മുടെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ആസ്പെക്ട്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാൻ ചില ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇത് ആലപ്പുഴ ബോട്ട് ജെട്ടി, അതുപോലെ തന്നെ കൊച്ചിയിലുള്ള ഒരു പിന്നെ സീനാണ്. ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. താഴെയുള്ള ബോട്ടിന്റെ ചിത്രം, ടൂറിസ്റ്റ് ബോട്ടുള്ളത് വേളി കായലിലാണ്. അപ്പൊ ഇത് തന്നെ കൊല്ലത്തും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ TS കനാലാകട്ടെ, അഷ്ടമുടി ആകട്ടെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ക്ലീനിങ് പ്രോഗ്രാം ഒക്കെ നടന്നതായിട്ട് പത്രങ്ങളിലൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ജലാശയങ്ങളുടെ അവസ്ഥ. നമ്മൾ വലിയ വാചകമൊക്കെ അടിക്കും, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയുമെങ്കിലും അതിനെ നമ്മൾ പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ബോട്ട് ഇറക്കാൻ പറ്റുന്നില്ല, വള്ളം ഇറക്കാൻ പറ്റുന്നില്ല, മീൻ പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ വാരി കരയിലിടും. അതാണ് ടോപ്പ് റൈറ്റിൽ കാണുന്നത്. പോള എന്നാണ് ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത്. പോള വാരി കരയിലിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്നലത്തെ പത്രത്തിലുണ്ട്, ഏതാണ്ട് ഒരു തോട്ടിൽ വാരുന്നതിന് 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയും. വലിയ കാര്യമായിട്ടോ വലിയ വാർത്തയായിട്ടോ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊരു ചിത്രം. ഈ ചിത്രം നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു ട്രാൻസ്പോർട്ട് ബസ് കാണാം, ഒരു സൈക്കിൾ കാണാം, അല്ലേ? ഓക്കെ. അതിന്റെ അടുത്തൊരു പച്ച മതില് പോലെ കണ്ടോ? എന്താണെന്ന് മനസ്സിലായോ? പെട്ടെന്ന് പറയണം, അല്ലെങ്കിൽ എനിക്ക് 45 മിനിറ്റ് തീരത്തില്ല. പോള വാരിയിട്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ചിത്രത്തിൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ സൈഡിൽ ചുമ്മാ കൂട്ടിയിട്ടതുപോലെ നമ്മുടെ സർക്കാർ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് വാരിയിട്ട, കരക്കിട്ട ഫോട്ടോയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആ പോള കൊണ്ടുണ്ടാക്കിയ മതിൽ, നിങ്ങൾ ഇതിനെ പോള എന്നാണ് വിളിക്കുന്നത്, കുളവാഴ എന്നാണ് വിളിക്കുന്നത്? എന്താ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്നത്? കുളവാഴ. ഓക്കെ. അപ്പൊ പോള എന്ന് നമുക്ക് ഇവിടെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ കുളവാഴ അല്ലെങ്കിൽ പോള, ഇതിനെ വാരി നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുണ്ട്, ഒരു 20 കിലോമീറ്റർ നീളമുള്ള റോഡാണ്. അതില് 8.5 കിലോമീറ്റർ നീളത്തിൽ ഇതുപോലെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനേക്കാൾ പൊക്കത്തിൽ സൈഡിൽ 8.5 കിലോമീറ്റർ നീളത്തിൽ പോള വാരി അല്ലെങ്കിൽ കുളവാഴ വാരി ഇട്ടതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് എത്ര രൂപ ചെലവായി എന്ന് കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ തലകറങ്ങി വീഴും. 8.5 കോടി രൂപയാണ് ചെലവാക്കിയത്. അപ്പൊ 8.5 കിലോമീറ്റർ നീളം, 8.5 കോടി രൂപ എങ്കിൽ 1 കിലോമീറ്റർ നീളത്തിൽ ഈ പോള മതിൽ പണിയാൻ എത്ര രൂപയായി? 8.5 divided by 8.5 equals 1 കോടി രൂപ. യെസ്, 1 കോടി രൂപ 1 കിലോമീറ്റർ പണിയുന്നതിന്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതാണ് സത്യം. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അവസ്ഥ. ഇനി ഈ കുളവാഴയെ കൂടെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുവന്ന നിറത്തിൽ കാണുന്നത് മുഴുവൻ കുളവാഴയാൽ ബാധിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിനകത്ത് സൗത്ത് അമേരിക്കയുണ്ട്, നോർത്ത് അമേരിക്കയുണ്ട്, ആഫ്രിക്കയുണ്ട്, ഏഷ്യയുണ്ട്, പിന്നെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം കുളവാഴയുടെ സാന്നിധ്യമുണ്ട്. മനസ്സിലായല്ലോ? ഇത് മെക്സിക്കോയിലെ ഒരു വലിയ റിസർവോയറിലെ ചിത്രമാണ്. സാറ്റലൈറ്റ് ഇമേജറിയാണ്. അതിൽ കളറൊക്കെ കൊടുത്തിട്ടാണ്. റെഡ് കളറിലല്ല, പച്ച കളറിലാണ്. ഞാൻ അടുത്ത ചിത്രം കാണിക്കുമ്പോൾ പറയാം. നാസയുടെ വലിയൊരു സ്റ്റഡിയാണ്. ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക അവർ. വലിയ ലേക്കാണ്. അതിൽ പോള കൊണ്ട് കംപ്ലീറ്റ് മൂടി 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 വരുന്ന ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ ചിത്രമാണ് ഇതിൽ കാണിച്ചത്. കണ്ടോ? കുളവാഴ വലിയ മേളിൽ നിന്നുള്ള ആകാശ ദൃശ്യമാണ്, സാറ്റലൈറ്റിൽ നിന്നുള്ള ദൃശ്യമാണ്. അത് കാണിക്കുന്നത് ഇത്രയും വലിയ ലേക്ക് മുഴുവൻ പോളയാൽ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴ എന്ത് വേണം ആയിക്കോട്ടെ, അതുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു ചിത്രം. സാറ്റലൈറ്റ് ഇമേജ് ആണ് കാണുന്നത്. ഇത് മെക്സിക്കോയിലെ ചിത്രമാണ്. അപ്പൊ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളാണ് ഐക്കോർണിയ ക്രാസിപ്പസ് എന്ന് പറയും, വാട്ടർ ഹയാസ്. മോണോകോറിയ എന്ന് പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള വിഭാഗമുണ്ട്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വിളിക്കാറുണ്ട്. പിന്നെ ഒരെണ്ണമുണ്ട് ആഫ്രിക്കൻ പായൽ, അതാണ് സാൽവീനിയ എന്ന് പറയും. മൂന്നാമത്തത് കുടുക്കപ്പായൽ എന്ന് പറയും, അത് പിസ്റ്റിയ സ്ട്രാറ്റിയോൾസ്. ഈ 3 എണ്ണമാണ് കേരളത്തിൽ, ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇനി ആരെങ്കിലും ഇതിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ കണ്ടോളൂ. നല്ല പൂക്കളുള്ള
ആ പൂവുള്ള ഇതാണ് കുളവാഴ അല്ലെങ്കിൽ പോള. റൈറ്റ് സൈഡിലുള്ളതും അതേ ചിത്രം തന്നെയാണ്. താഴെ കാണുന്നതാണ് ആഫ്രിക്കൻ പായൽ, വെൽവെറ്റ് പായൽ എന്നൊക്കെ ചിലടത്ത് വിളിക്കാറുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പിസ്റ്റിയൻ, അതാണ് കുടുക്കപ്പായൽ. ഈ 3 എണ്ണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാ 3ഉം കണ്ടിട്ടുണ്ടോ അതോ ഏതെങ്കിലും ഒന്നേ കണ്ടിട്ടുള്ളോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ജോലി എളുപ്പമാണ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. പിന്നെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിന്റെ പൂ ആമ്പൽ പൂ വിരിഞ്ഞതുപോലെ, അല്ലെങ്കിൽ പിന്നെ താമര വിരിഞ്ഞതുപോലെ, അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി പൂത്തതുപോലെ ഇപ്പൊ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടാൽ നല്ല ഭംഗിയാണ്, പരവതാനി കാർപ്പറ്റ് ഇട്ട പോലെ ഇരിക്കും. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് വെള്ളത്തിൽ കിടന്നതുകൊണ്ട് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലേ? ഇതിന്റെ ഉത്തരം ഇവിടെയാണ് ഉള്ളത്. ഒരാഴ്ച കൊണ്ട് ഇരട്ടിക്കും, അങ്ങനെയാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഇത് ഇരട്ടിക്കും. വെള്ളത്തിന്റെ മുകളിൽ ഒരു കാർപ്പറ്റ് ഇട്ട പോലെ അല്ലെങ്കിൽ പരവതാനി വിരിച്ച പോലെ ആവും. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ ഒരു കാർപ്പറ്റ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഓക്സിജനും കയറില്ല, സൂര്യപ്രകാശവും വീഴില്ല. ഓക്സിജൻ താഴോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വെള്ളത്തിന്റെ മുകളിൽ ഒരു വലിയ കാർപ്പറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ താഴോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഓക്സിജൻ കിട്ടാതെ ആളുകൾ പിടഞ്ഞു മരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നോ? ലോകത്തിന്റെ പല ഭാഗത്തും, ഇന്ത്യയിൽ തന്നെയും. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, അഫക്ട് ചെയ്യുന്നു. അപ്പോ കൃത്യമായിട്ട് നമുക്ക് കോവിഡ് പാൻഡമിക്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിച്ചതുപോലെ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലിലും മറ്റ് ശാസ്താംകോട്ട കായലിലും ഒക്കെ ഈ പോള വന്നിങ്ങനെ ഫുൾ നിറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന മീനുകളും മറ്റ് സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയാണ്. സൂര്യപ്രകാശവും ഇല്ല, ഓക്സിജനും ഇല്ല. മനസ്സിലായല്ലോ? പിന്നെ ഇനിയും ഉണ്ട് പ്രശ്നങ്ങൾ. നമുക്ക് വള്ളം ഇറക്കാൻ പറ്റില്ല, ബോട്ട് ഇറക്കാൻ പറ്റില്ല, മീൻ പിടിക്കാൻ പറ്റില്ല, ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെയോ വെള്ളം ഇങ്ങനെ പോള തിങ്ങുന്നത് കൊണ്ട് കൊതുകുകൾ മുട്ടയിട്ട് പെരുകി വളരുന്നു. അപ്പോൾ വലിയ ഇഷ്യൂ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുകൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അവിടെ കിടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചാലും അങ്ങനെ വിടാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ? ഹൗ ടു കൺട്രോൾ എന്നുള്ളതാണ്. നമുക്ക് 3 മാർഗങ്ങളാണുള്ളത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട ഫോട്ടോയിൽ കണ്ട പോലെ ഫിസിക്കൽ വാരി എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ നിയന്ത്രണം. രണ്ടാമത്തത് കെമിക്കൽ കൺട്രോൾ ആണ്. മൂന്നാമത്തത് ബയോളജിക്കൽ കൺട്രോൾ. അത് ഫിസിക്കൽ റിമൂവൽ, രാസ നിയന്ത്രണം, അതുകൂടാതെ ജൈവമായിട്ടുള്ള നിയന്ത്രണം. പക്ഷേ ഈ കുളവാഴയുടെ കാര്യത്തിൽ ഒന്നും വിജയിച്ചിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇത് ഫിസിക്കൽ മെത്തേഡിന്റെ ചിത്രമാണ്. വലിയ പോളവാരൽ യന്ത്രങ്ങളുണ്ട്. 50 ലക്ഷം 60 ലക്ഷം അല്ലെങ്കിൽ അതുപോലെ വലിയ കാശ് കൊടുത്ത്, ഞാൻ നേരത്തെ മതിൽ പണിയാനൊക്കെ പറഞ്ഞില്ലേ ഒരു 8.5 കോടി, അതുപോലെ വേറെ ഒരു 30 കോടി ഉണ്ടായിരുന്നു ആ പദ്ധതിയിൽ. ആ 30 കോടിയിൽ കുറെ കോടി രൂപ മുടക്കി ഇതുപോലെ 8 മെഷീൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ആലപ്പുഴയിലും പല ഭാഗത്തുമായിട്ട്. അതുകൊണ്ട് വാരി കരയിലിടുന്ന ഒരു സീനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്ന് നോക്കിയാലും എപ്പോഴും ഇത് നിറഞ്ഞു കിടക്കുന്നത് കാണാം. കാരണം പെട്ടെന്ന് ഇത് വളരും. മനസ്സിലായി? ഇതാണ് ഫിസിക്കൽ മെത്തേഡ്. എഫക്റ്റീവ് ആണ്. പക്ഷെ വെള്ളത്തിലുള്ള സാധനം കരയിലിട്ടു എന്നുള്ളത് ഒട്ടതേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നം തൽക്കാലം സോൾവ് ആയെങ്കിലും വീണ്ടും ആ റോഡിന്റെ സൈഡിൽ വീണ് അവിടെ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞ് വലിയ നാറ്റമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ വരുന്നുണ്ട്. പിന്നെ പണച്ചെലവുള്ളതാണ്. അതാണ് ഫിസിക്കൽ മെത്തേഡിനെ സംബന്ധിച്ചോളം പറയുന്നത്. കെമിക്കൽ മെത്തേഡ് ഹെലികോപ്റ്ററിൽ കൊണ്ട് സ്പ്രേ ചെയ്യുകയാണ്, കളനാശിനി. നമുക്കിങ്ങനെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ശാസ്താംകോട്ടക്കായൽ കൊല്ലത്ത് മുഴുവൻ കുടിവെള്ളം തരുന്നതാണ്. അവിടെ പോള വന്നു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ കൊണ്ട് കീടനാശിനിയും കളനാശിനി അടിക്കുന്ന ചിത്രം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിൽ വലിയ അന്താരാഷ്ട്ര യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്, പോള നിയന്ത്രണത്തിനായിട്ട്. അതൊക്കെ ഫെയിലുവർ ആയിപ്പോയി. മനസ്സിലായല്ലോ? അപ്പൊ ഇതും കെമിക്കൽ മെത്തേഡിന് രക്ഷയില്ല. പിന്നെ മൂന്നാമതുള്ളതാണ് ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുകീടങ്ങളെ ഉപയോഗിച്ച് ഇതിനെ ഇല്ലാതാക്കുക. അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതോ ഒരു സിനിമയിൽ നമ്മുടെ മറ്റേ കുതിരവട്ടം പപ്പ് പറഞ്ഞല്ലോ, ആ ചെറിയൊരു സ്പാനറിങ് എടുത്തേന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ചെറിയ പ്രശ്നം? ഈ സസ്യം എൻഡമിക് അല്ല, എക്സോട്ടിക് ആണ്. അതായത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ശത്രുകീടങ്ങൾ എവിടെയായിരിക്കും കാണുക?
അതിന്റെ എനിമി ഇൻസെക്ട്സ് എവിടെ കാണും? ഇന്ത്യയിൽ കാണുമോ സൗത്ത് അമേരിക്കയിൽ കാണുമോ? പറയൂ മറിയം. മറിയം മറിയം സങ്കടത്തോടെ ഇരിക്കുകയാണല്ലോ. കാണത്തില്ല സർ സൗത്ത്. അപർണ ബാബു എഴുതി അറിയിച്ചിരിക്കുകയാണ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ കാണത്തുള്ളൂ. ശരിയാണ്, കറക്റ്റാണ്. എഴുതി അറിയിച്ചതും ഒക്കെ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞതും കറക്റ്റാണ്. അപ്പോ ഒന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, സൗത്ത് അമേരിക്കയിലുള്ള ശത്രു കീടങ്ങളെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വല്ല മാർഗം ഉണ്ടോ? എത്ര എണ്ണത്തിനെ കൊണ്ടുവരേണ്ടി വരും? കൊല്ലത്ത് ശാസ്താംകോട്ട അല്ലെങ്കിൽ അഷ്ടമുടി കായലിലുള്ള പോളയെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് എത്ര ലക്ഷം വണ്ടിനെ ഇതുപോലുള്ളതിനെ കൊണ്ടുവരേണ്ടി വരും? അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ പോള മുഴുവൻ തിന്നു കഴിഞ്ഞാൽ ബാക്കി പിന്നെ അതെല്ലാം അടുത്ത വണ്ടി പിടിച്ച് തിരിച്ചു പോകുമോ? ഇല്ല, അല്ലെ? അപ്പൊ ബയോളജിക്കൽ മെത്തേഡും ശരിക്കും പറ്റില്ല. അപ്പൊ ആകെപ്പാടെ ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഇപ്പൊ ചെയ്യുന്നതും ഫിസിക്കൽ റിമൂവൽ മാത്രമാണ്. അതിന്റെ കുഴപ്പം എന്താ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ധാരാളം പണച്ചെലവുണ്ട്. വെള്ളത്തിലെ പ്രശ്നം കരയിലിട്ടു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ വലിയ മെച്ചങ്ങളൊന്നുമില്ല. ഇതിനെ ഉപയോഗിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും ശരിയാണോ തെറ്റാണോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നു സർ. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലേ. അപ്പൊ ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുകയാണ്, കൽപ്പവൃക്ഷമാണ് ഈ കുളവാഴ അല്ലെങ്കിൽ പോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇപ്പൊ ഞാൻ പറയുകയാണ്, എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സാധനമാണ് ഈ കുളവാഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ വേറൊരു രീതി ചോദിച്ചാൽ ഇതൊരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ സ്വത്താണോ അതോ നമുക്കൊരു കളസസ്യമാണോ? ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? വീഡ് ഓർ വെൽത്ത്? വീഡ്, യാതൊരു സംശയമില്ല അല്ലെ. വീട് എന്നാണ് നിങ്ങൾ പറയുന്നത്. വെൽത്ത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എതിരഭിപ്രായം ആകാമല്ലോ. വെൽത്താണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് കേട്ടതിൽ ഇത് വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം. പെട്ടെന്നാട്ടെ. 3:30 ആർക്കും ഇല്ല. ഓക്കെ, അഞ്ജലിയും പറയുന്നു, എഴുതി അറിയിച്ചിട്ടുണ്ട്. നോ സാർ, വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാണ്. ഓക്കെ, ഇതേ ചോദ്യം ഞാൻ 4 മണിക്ക് വീണ്ടും ചോദിക്കും കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഉത്തരം പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോഴും സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, ആ ഒരു ധാരണ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് മുമ്പോട്ട് പോട്ടെ. ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ 4 മണി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായ അഭിപ്രായം പറയണം. പറയുമോ? പറയാം സർ, പറയാം. യെസ്, ഓക്കെ. ആമിന ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഞങ്ങള് ജലവിഭവ ഗവേഷണ കേന്ദ്രമാണ്, CRAR, സെന്റർ ഫോർ റിസർച്ച് ഓൺ അക്വാറ്റിക് റിസോഴ്സസ്. ഞാൻ നിങ്ങളുടെ അവിടെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ നടന്ന ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേയോ അതുപോലത്തെ എന്തോ ഒരു സയൻസ് ഡേയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ വന്ന് ക്ലാസ് എടുത്തതാണ്. അത് കഴിഞ്ഞാണ് പിന്നെ ഇടയ്ക്ക് മുംതാസ് ടീച്ചർ പറഞ്ഞതുപോലെ വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരാനിടയായി. അപ്പോൾ ഈ CRAR, സെന്റർ ഫോർ റിസർച്ച് ഓൺ അക്വാറ്റിക് റിസോഴ്സസ്, 98 ഗവേഷണം ആരംഭിച്ചതാണ്. അപ്പോൾ 23 വർഷമായി നമ്മൾ ചെയ്യുന്നു. ആ 23 വർഷത്തെ കാര്യങ്ങൾ അടുത്ത 23 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങളാണ് എനിക്കുള്ള പ്രചോദനം. അതല്ലെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ജോലിയും നോക്കും. പിന്നെ മറിയം DP ഇട്ടിരിക്കുന്ന പോലെ പരഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലേ ഞാൻ എന്ത് ചെയ്യും അല്ലേ? മറിയമാണോ മരിയമാണോ? മറിയം എന്താ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ക്ലാസ് എടുക്കുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ? കരഞ്ഞില്ല, ചിന്തയിലാണ്, വലിയ ചിന്തയിലാണല്ലേ മറിയം. വെരി ഗുഡ്. ദയാമോഹൻ ചിരി അടക്കാൻ വയ്യ, 2 ചിരി ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നു ബയോടെക്നോളജി ഫെലോഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ആദ്യം വലിയ ആശയങ്ങളോടുകൂടി തുടങ്ങിയതാണ് ഈ ബാക്ടീരിയയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഇതിനെ എൻസൈം ഉൽപ്പാദിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതിയൊക്കെ ഇട്ടു. ഇതുപോലെ ഫ്ലാസ്കിനകത്തും ട്രേക്കകത്തും ഒക്കെ ഈ കുളവാഴയെടുത്ത് അതിനെ കട്ട് ചെയ്ത് അതിനകത്ത് ബാക്ടീരിയ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു വലിയ സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ ടെക്നോളജി ഒക്കെ വികസിപ്പിച്ചു. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ കൂടുതൽ ശാസ്ത്ര വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, കോമേഴ്സുകാരും ഉണ്ട്, അതിന് തെളിവ് കൊടുക്കണം അല്ലേ. അപ്പൊ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന തെളിവുകളാണിത്. 2 ചിത്രങ്ങൾ കാണാമല്ലോ.
ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ കുറെ കുത്തു പോലെ കാണാം. അതെല്ലാം ബാക്ടീരിയ. ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയയാണ് കാണുന്നത്. ആ ബാക്ടീരിയ ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും, സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുമെന്നും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം എല്ലാ ചെടികളിലും ഉള്ളതുപോലെ ഈ കുളവാഴയിലുമുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുമെന്നും ഞങ്ങൾ പ്രൂവ് ചെയ്തു. അത് സയൻസ് വിദ്യാർത്ഥികൾക്ക് കൺസെപ്റ്റ് ഓഫ് പ്രൂഫ് ആയിട്ട് നമ്മൾ ഹാജരാക്കുന്നതാണ്. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ചിത്രമാണ്. മനസ്സിലായല്ലോ? ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ 10 വർഷം ഈ ഗവേഷണം. 98 മുതൽ 2008 വരെ ഈ ഗവേഷണത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 2 പേർക്ക് PhD ഒക്കെ കിട്ടി, കുറെ പബ്ലിക്കേഷനൊക്കെ കിട്ടി, പ്രോജക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്കൊരു തിരിച്ചറിവുണ്ടായി. എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഫ്ലാസ്കിനകത്തും അതുപോലെ തന്നെ ട്രേക്കകത്തും ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പോളയുടെ പ്രശ്നം തീരത്തില്ല. കുറച്ചുകൂടി ലാർജ് സ്കെയിലായിട്ട് നമുക്ക് ഇതിനെ ചെയ്യണം. പിന്നെ ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ പണച്ചെലവുള്ളതാണ്. ആളുകൾക്ക് സ്കില്ല് വേണം, അല്ലെങ്കിൽ ട്രെയിനിങ് വേണം, വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. ഈ അവസ്ഥയിലാണ് ഞാൻ ഗ്രാമീണ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്ന ഇതിലേക്ക് തിരിഞ്ഞത്. ഏതാണ്ട് 2009 കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഗ്രാമീണ സാങ്കേതിക വിദ്യകളിലേക്ക് തിരിഞ്ഞു. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. അതാണ് ഇനി അടുത്ത ഒരു 3-4 ടെക്നിക്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യം അവതരിപ്പിച്ച ഗ്രാമീണ സാങ്കേതിക വിദ്യ കൂൺ വളർത്തലായിരുന്നു. എവിടെയാണ് കുളവാഴയ്ക്കും കൂണും തമ്മിൽ ബന്ധമെന്ന് ചോദിച്ചേക്കാം. ഞാൻ കാര്യം കാണിച്ചു തരാം, ചിത്രങ്ങൾ കാണിച്ചു തരാം. സമയക്കുറവ് മൂലം കുളവാഴയും ആഫ്രിക്കൻ പായലും കുടുക്കപ്പായലും ഒക്കെ ഞങ്ങൾ കുട്ടനാട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു. ലാബിൽ കൊണ്ടുവന്ന് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് വെട്ടി അരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിനെ ഇതുപോലെയാണ് കൂൺ കൃഷി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലെയറിങ്, ബെഡ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നു. അതിനകത്ത് കാണുന്ന വെളുത്ത നിറത്തിലുള്ള പൗഡറാണ് കൂൺ വിത്ത്. അത് വാങ്ങിക്കാൻ കിട്ടും. കൂൺ വിത്ത് ഇങ്ങനെ നിറച്ചതിന് ശേഷം 1 അടി 2 അടി പൊക്കത്തിൽ നന്നായിട്ട് നിറച്ചതിന് ശേഷം നന്നായിട്ട് കെട്ടി ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി കെട്ടി തൂക്കിയിടും. നേരിട്ട് സൂര്യപ്രകാശം പതിക്കാൻ പാടില്ല. കുറച്ച് മോയിസ്ചർ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള സ്ഥലത്ത് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നല്ല രീതിയിലുള്ള കൂൺ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? വെരി എക്സ്പെൻസീവ് ആണ്. 400 രൂപയൊക്കെ ഉണ്ട് ഒരു കിലോയ്ക്ക്. അതുപോലെ തന്നെ 2000 രൂപ 3000 രൂപ വിലയുള്ള കൂണ് വരെ ഉണ്ട്. മെഡിസിനൽ ഗാനോഡെർമ എന്നൊക്കെ പറയുന്ന മെഡിസിനൽ മഷ്റൂംസ് ഒക്കെ ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ കൂൺ വളർത്താൻ വൈക്കോല് പോലെയുള്ള സാധനങ്ങളാണ്, കച്ചിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം കുളവാഴയും ആഫ്രിക്കൻ പായലും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ പ്രൂവ് ചെയ്ത ഗ്രാമീണ സാങ്കേതിക വിദ്യ. അപ്പൊ ഒത്തിരി പേര് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണച്ചിലവില്ലാതെ ഇതുപോലത്തെ ടെക്നോളജി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞങ്ങൾ ഒത്തിരി പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഏൺ വൈൽ ലേണിന് ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കൂൺ വളർത്തി വിളവെടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതായി ട്രേക്കകത്ത് വെച്ചിരിക്കുന്ന പോലത്തെ സാധനമാണ് കിട്ടുന്നത്. 1 മാസത്തോളം നിങ്ങൾക്ക് ആ കൂൺ ബെഡ് മെയിൻറ്റെയിൻ ചെയ്യാം. നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂൺ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി കംപ്ലീറ്റ് ഇതുപോലെ ആവും. ഇത് പൊടിച്ചിട്ട് നമുക്ക് ജൈവ വളമായിട്ട് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, തോട്ടിൽ കിടക്കുന്ന പോളയെടുത്ത് കൂൺ വളർത്തി കൂൺ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന സാധനം നേരെ വളമായിട്ട് പോകുന്നു. അപ്പോൾ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ഫോർ 1 പ്രോബ്ലം എന്നുള്ള രീതിയാണ് ഞങ്ങളിപ്പം അവതരിപ്പിച്ചത്. വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കൂൺ വളർത്തൽ എന്ന് പറയുന്ന ഗ്രാമീണ സാങ്കേതിക വിദ്യ. അത് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ സാങ്കേതിക വിദ്യയിലേക്ക് പോയി. അതിന്റെ പേരാണ് ബ്രിക്കറ്റ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് അല്ല, BRIQUETTE, ബ്രിക്കറ്റ്. കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ കറുത്ത് കാണുന്ന സാധനം കരിക്കട്ടയാണ്. അതിനെ ചാർക്കോൾ ബ്രിക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബാക്കി 3 എണ്ണം കുളവാഴ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ പോള കൊണ്ട് നിർമ്മിച്ച ബയോമാസ് ബ്രിക്കറ്റുകളാണ്. അത് ഇന്ത്യയിൽ നിർമ്മിച്ചതല്ല. ഞങ്ങൾ ചെയ്തത് അടുത്ത ഫോട്ടോസിൽ കാണിച്ചു തരാം. ഞങ്ങൾ ചാണകവരളി എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചാണകം സാധാരണ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഉണക്കിപ്പൊടിച്ച കുളവാഴയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നുകിൽ നമുക്കിതുപോലെ പേപ്പറിനകത്തൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഷേപ്പിൽ ഉണ്ടാക്കാനുള്ള രീതികൾ വികസിപ്പിച്ചിട്ടുണ്ട്. വലതുവശത്ത് കാണുന്ന ആ നിർത്തി വെച്ചിരിക്കുന്ന സാധനം വലിയ മെഷീനിൽ ഉണ്ടാക്കിയ സാധനമാണ്. മെഷീൻ മെയ്ഡ് ബ്രിക്കറ്റാണ് കാണുന്നത്. ഇത് നല്ല ഊർജം കിട്ടുന്നതാണ്. ഇതിന് ഒരു ടൺ കണക്കിനാണ് ഇത് ഉണ്ടാക്കി വിൽക്കേണ്ടത്. നല്ല വില കിട്ടും. അത് ഹാൻഡ് മെയ്ഡായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ ചാണകവരളി പോലുള്ള സംവിധാനമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള മെഷീനറി വേണം. വലിയ മെഷീൻസ് വെച്ചാൽ നീ കാണുന്നത് പോലെ ചാണകമൊന്നും ഇല്ലാതെ 100% ഡ്രൈഡ് വാട്ടർ ഹെയർസ് വെച്ചിട്ടുള്ള വലിയ ബ്രിക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് 2ാമത്തെ സാങ്കേതിക വിദ്യ. ഇത്രയും മനസ്സിലായല്ലോ? 2 എണ്ണം ഏതൊക്കെയായിരുന്നു? 2 എണ്ണം
കൂൺ കൃഷിയും ബ്രിക്കറ്റ് താങ്ക് യു വെരി മച്ച് ദയ. ഓക്കെ, അപ്പൊ കൂൺ കൃഷിയും പിന്നെ ബ്രിക്കറ്റ് മാനുഫാക്ചറിങ് ആണ് രണ്ടെണ്ണം. ഇനി മൂന്നാമത്തത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഞങ്ങളുടെ തന്നെ ഇന്നോവേഷൻ ആണ്. കൂൺ കൃഷി നേരത്തെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബ്രിക്കറ്റ് മാനുഫാക്ചറിങ് നേരത്തെ ഇല്ലായിരുന്നു, ഉണ്ട്, ഞങ്ങൾ അത് അഡോപ്റ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഞങ്ങളുടെ തന്നെ സ്വന്തം കണ്ടുപിടുത്തമാണ്, അവർ ഓൺ ഇന്നോവേഷൻ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചിരിക്കുന്നത് അതാണ്. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ഹയാസിന്റെ എടുക്കും, അതിനെ നന്നായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് നമ്മളുടെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ പിന്നെ വർക്ക്ഷോപ്പിൽ പറഞ്ഞു തരാം, ട്രെയിനിങ് ഒക്കെ തരാം. അങ്ങനെയാണ് മുംതാസ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിൻ ഒന്നുകിൽ കോളേജിൽ വന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ നമുക്ക് നോക്കാം. അങ്ങനെയുള്ളൊരു ഇന്നോവേഷനാണ്. ഞങ്ങൾ അതിനെ മുറിച്ച് ചോപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബൈൻഡറുകളൊക്കെ ആക്കി ചേർത്തിട്ട് പൾപ്പാക്കി മാറ്റിയതിനു ശേഷം ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അതിലെ ചില ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. വെറുതെ വാചകം അടിച്ചിട്ട് സമയം കളയുന്നതിലും നല്ലത് ചിത്രങ്ങൾ കാണിക്കുന്നതിലല്ലേ. ഇടതുവശത്ത് കാണുന്നത് നന്നായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തതാണ്, വലതുവശത്ത് കാണുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മ്യൂറൽ പെയിന്റിങ്സ്. ഈ പെയിന്റിങ് നടത്തിയിരിക്കുന്നതും ഒക്കെ ഇതുപോലെ കുളവാഴ പൾപ്പാക്കിയതിന് ശേഷം നിർമ്മിച്ച പ്രത്യേക ക്യാൻവാസ് ആണ്. നമ്മൾ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളാണ്. ഇത് ഞങ്ങളുടെ തന്നെ കുട്ടികൾ തന്നെ വരച്ചതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഇത് ഞാൻ പറഞ്ഞു 2008 2009 തുടങ്ങിയതാണ്. ഇത് 2016 ഞങ്ങൾ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. 15-16 എന്നിട്ട് ഞങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ ചിത്രം അതിൽ വരച്ച് അദ്ദേഹത്തിന് അന്നത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ മാസം, ഇത് ജനുവരി 2016 കൊടുത്തത്, ഫെബ്രുവരിയിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അദ്ദേഹം പിന്നെ ചീഫ് മിനിസ്റ്റർ അല്ലാതായി എന്നുള്ളത് അവസ്ഥ. പക്ഷെ വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ അന്ന് തന്നെ ഇത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിരുന്നു. ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അന്ന് അവതരിപ്പിക്കുക. ഈ ചിത്രം കണ്ടോ, എത്ര നല്ല മനോഹരമായ പെയിന്റിംഗ് ആണല്ലേ. ഇത് വരച്ചിരിക്കുന്നത് കുളവാഴയുടെ പൾപ്പിൽ നിന്നാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥിനികളാണ് ഇതൊക്കെ വരച്ചിരിക്കുന്നത്. ഇതിപ്പോ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. മനസ്സിലായല്ലോ. ഏൺ വൈൽ യു ലേൺ ഞങ്ങൾ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. കുളവാഴ കൊണ്ടാണ് ഞങ്ങളുടെ ഉണ്ണി യേശുവിനെയൊക്കെ വരവേറ്റിരിക്കുന്നത്. ഉണ്ണി യേശുവിനെ വരവേറ്റത് കുളവാഴ കൂടൊരുക്കി 2014. കണ്ടില്ലേ, ഇതിനകത്ത് കാണുന്ന ഈ തൂങ്ങുന്ന സ്റ്റാർ ഉൾപ്പെടെ ആ മഞ്ഞു മനുഷ്യനും എല്ലാം കുളവാഴയുടെ പൾപ്പും ഉണങ്ങിയ കുളവാഴയും ആഫ്രിക്കൻ പായലും ഒക്കെ വെച്ച് നിർമ്മിച്ച കുളവാഴ കൂടാണ് അവിടെ കാണുന്നത്. ഫോട്ടോ ഫ്രെയിം, എഗ് ട്രേ, ഡിസ്പോസിബിൾ പ്ലേറ്റ്, നല്ല ഈ പിക്കാച്ചു, ഡോറേമോൺ എന്ന് പോലെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എഗ് ട്രേ, മുട്ട വെക്കാനുള്ള ട്രേ. കഥകളിയുടെ രൂപം കണ്ടില്ലേ, അത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അതിന്റെ പുറകിൽ കാന്ത ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും വിറ്റ് പോകുന്നുണ്ട്. ഫ്രൂട്ട്സ് ട്രേ, മോഡൽസ്, അനിമൽ മോഡൽസ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ്, ഫ്രൂട്ട് മോഡൽസ്, ബൗള്, ട്രേ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്. ഏൺ വൈൽ യു ലേൺ ഉണ്ടാക്കാനുള്ള ഒരു വളരെ ലളിതമായ സാങ്കേതിക വിദ്യയാണ്. എന്താണ്, നേരിട്ട് നടാവുന്ന ചെടിച്ചട്ടി. മഞ്ജു വാര്യർ കുറെ കാലം മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചു, ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടായിരുന്നു നിങ്ങളൊക്കെ? ഈ ഇടയ്ക്ക് വീണ്ടും ടിവിയിലൊക്കെ കാണിച്ചു, കണ്ടായിരുന്നു അല്ലേ? എന്താണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്? മട്ടുപ്പാവ് കൃഷി ചെയ്യുക അല്ലേ? ആ സിനിമ കഴിഞ്ഞോടെ എല്ലാവരും മട്ടുപ്പാവിൽ കൃഷി ചെയ്തു തുടങ്ങി. ഗ്രോ ബാഗ് എന്നുള്ള സങ്കല്പം വന്നു. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നത്തെ പത്രത്തിലുണ്ട്, ഗ്രോ ബാഗുകൾ പരിസ്ഥിതിക്ക് ഹാനികരം. 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ പ്ലാസ്റ്റിക് മുഴുവൻ വേസ്റ്റ് ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ ഞങ്ങളുടെ അതിനുള്ള പരിഹാരമായിട്ട് പറയാണ്, റെഡി ടു പ്ലാന്റ് ബയോഡിഗ്രേഡബിൾ നഴ്സറി പോട്ട്സ്. അതിനകത്ത് നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിക്സ്ചർ, അതും ഉണങ്ങിയ ചീഞ്ഞ കുളവാഴ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനകത്ത് പോട്ടിംഗ് മിക്സ്ചർ ഇടുക, വിത്തിടുക, നേരെ മണ്ണിലേക്ക് നടുക. ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ ഫിൽ ഇറ്റ്, പ്ലാന്റ് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. നേരെ വിത്തിട്ടു, മുളപ്പിച്ചു. ചെടിച്ചട്ടി തന്നെ വളമാകുന്ന അത്ഭുത സാങ്കേതിക വിദ്യ. കണ്ടില്ലേ, ചട്ടി തന്നെ വളമാകുന്ന അത്ഭുത സാങ്കേതിക വിദ്യ. ഈ കഴിഞ്ഞ ഭൗമദിനത്തിൽ ഏപ്രിൽ 22 ഞങ്ങൾ വീണ്ടും കുറെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കി. കുളവാഴ പൾപ്പ് കൊണ്ടുണ്ടാക്കിയത്, ഓല, പാള, ആഞ്ഞിലിയില, പുന്നയില, അതുപോലെ തന്നെ പ്ലാവില ഒക്കെ വെച്ചിട്ട് ഏറ്റവും ഇടതുവശത്ത് കാണുന്ന പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരു സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. അതിലെ ഒരെണ്ണത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലുള്ള ഇന്നോവേഷൻസ് ആണ് വന്നിരിക്കുന്നത്.
ഇനി കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള കാര്യം, ഇപ്പൊ ആലപ്പുഴയിലൊക്കെ വലിയ ഹിറ്റായി സംഭവം. നിങ്ങളിന്ന് പിന്നെ ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ മതി, ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. ഒരു കർഷകൻ പൊങ്ങിക്കിടക്കുന്ന ഇതിനകത്ത് ബന്ദിപ്പൂവൊക്കെ നട്ട് വിരിയിച്ചു, ഫ്ലോട്ടിംഗ് ബെഡ്സ്. ഈ സാങ്കേതിക വിദ്യയും കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഞങ്ങളാണ്. ബംഗ്ലാദേശിൽ ചെയ്യുന്ന രീതി ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് അവതരിപ്പിച്ചു. ബംഗ്ലാദേശിലെയും ബർമ അല്ലെങ്കിൽ മ്യാൻമാറിലെ ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കുളവാഴ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിനെ അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് ഒരു ഇതുണ്ടാക്കിയതിനു ശേഷം പിന്നെ നേരെ അതിൽ നടുന്നതാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബെഡിൽ വിളവെടുക്കുന്നതും വളവിടുന്നതും ഒക്കെ നേരെ, വളമൊന്നും പോയി ഇടേണ്ട, കാരണം അത് തന്നെ വളമാകും. അതെല്ലാം നേരെ വള്ളത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാ കണ്ടോളൂ, വള്ളത്തിൽ പോയി വിളവെടുക്കുന്നതും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങളാണ്. ഇത് ബർമയിലെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ മ്യാൻമാർ. തൊപ്പിയുടെയും രീതിയൊക്കെ കാണുമ്പോൾ അറിയാം വേറെ രാജ്യത്തു നിന്നാണെന്നുള്ളത്. ബർമ എന്നുള്ള രാജ്യം ഇപ്പം മ്യാൻമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സാങ്കേതിക വിദ്യ ഞങ്ങൾ കുറച്ചൊന്ന് മാറ്റി അവതരിപ്പിച്ചു. അതിനകത്ത് കാണുന്ന ആ കമ്പോസ്റ്റ് ബോൾ എന്ന് പറയുന്നത് വീണ്ടും ചീഞ്ഞ കുളവാഴയും ഒക്കെ ഉള്ളതാണ്. അതിനകത്ത് നേരിട്ട് വിത്തിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പൂക്കളൊക്കെ വരുന്ന പനമ്പ് കൊട്ടയ്ക്കകത്തും ചാക്കിനകത്തും ഒക്കെ കുളവാഴ നിറച്ച് നമ്മുടെ കോളേജിൽ തന്നെയുള്ള പിന്നെ ഇതിനകത്തൊക്കെ ഇട്ട് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടു കൂടി ഒരു ചെറിയ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ കൃഷി ഞങ്ങൾ വികസിപ്പിച്ചു. ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ ഇത് ഈ പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ വാർത്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കണ്ടോളൂ, വെള്ളത്തിൽ കൊയ്യാൻ മനോരമ, ഡെക്കാൻ ഹെറാൾഡ്, മാതൃഭൂമി ഒക്കെ ഒത്തിരി വാർത്തകൾ അന്നും ഇന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആലപ്പുഴയിൽ ചെയ്ത പരീക്ഷണങ്ങളുടെ നേരിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സംസ്ഥാന തലത്തിൽ ഇപ്പൊ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് 2016 ചിത്രമാണ്. ഇപ്പൊ ആലപ്പുഴയിലെ കനാലുകൾക്ക് ഒഴുകുന്ന പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ 2 പേരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് 4ാമത്തെ സാങ്കേതിക വിദ്യ. ഇനി നോക്കുക, നല്ല നിറമുള്ള പൂവാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞൊന്നും അല്ല, നല്ല ഭംഗിയുള്ള പൂവാണ്. പക്ഷെ ഈ പൂവ് വന്നു കഴിയുമ്പോൾ ഒത്തിരി ഇൻസെക്ട്സ് ഒക്കെ അതിലേക്ക് വരും. ആ ഇൻസെക്ട്സ് വന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞ് കർഷകരുടനെ അതിൽ കളനാശിനി അടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പൂവ് മുഴുവൻ പോയി കളക്ട് ചെയ്യും. അതിനകത്തുനിന്നും 9 തരത്തിലുള്ള ജൈവ നിറങ്ങൾ നമുക്ക് ഐസൊലേറ്റ് ചെയ്യും. എളുപ്പത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ആ കോട്ടൺ ക്ലോത്തിൽ ഡൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിറം പിടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ ഈ കുളവാഴയുടെ പൂവിൽ നിന്നുള്ള ജൈവ നിറങ്ങളാണ്. മനസ്സിലായില്ലേ? ഇനിയും കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ കാണുന്നത് ഏറ്റവും ഇടതുവശത്ത് കാണുന്നത് സീഡ് ബോൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ സീഡ് ബോംബ് എന്നും പറയാറുണ്ട്. BOMB, ബോംബ്. നടുക്ക് കാണുന്ന ചിത്രം കെട്ടിനാട്ടി എന്ന് പറയുന്നതാണ്. നെല്ല് നടാനും വിത്ത് നടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കുറവാണ്. വടക്കൻ കേരളത്തിൽ ഈ കെട്ടിനാട്ടിയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ കളിമണ്ണിനകത്ത് വിത്ത് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് അതാണ് ഇടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ വിത്ത് നേരെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഉറുമ്പരിച്ചു പോകും എന്നുള്ള അവസ്ഥയുണ്ട് മഴയൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ കളിമണ്ണിനകത്ത് പൊതിഞ്ഞാണ് ആ വിത്ത് ഇടുന്നത്. അടുത്ത മഴ പെയ്യുന്ന സമയത്ത് റെയിനി സീസൺ ആകുമ്പോൾ 2-3 മഴ കഴിയുമ്പോൾ ഈ കളിമണ്ണെല്ലാം അലിഞ്ഞു പോയി മണ്ണില് വീണ്ടും ഈ വിത്ത് കോണ്ടാക്ട് വന്നിട്ട് അവിടെ പൊട്ടി മുളയ്ക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇപ്പൊ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോയി ഇടും. എല്ലായിടത്തും കൊണ്ടു നടാനുള്ള സൗകര്യമൊന്നും ഇല്ല അവിടെ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ സീഡ് ബോൾ അല്ലെങ്കിൽ സീഡ് ബോംബില് കളിമണ്ണിന് പകരമായോ അല്ലെങ്കിൽ കളിമണ്ണിനോടൊപ്പമോ കുളവാഴയൊക്കെ അരച്ച് ചേർത്തു. അപ്പൊ പല കോമ്പിനേഷനിലുള്ള സീഡ് ബോൾസ് ആണ് കാണുന്നത്. അപ്പൊ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓർഗാനിക് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് കളിമണ്ണ് പ്രൊട്ടക്ഷൻ തരുന്നതോടൊപ്പം കുളവാഴയ്ക്കുള്ള അകത്തുള്ള ഓർഗാനിക് കമ്പോണൻസ് ഇത് പൊട്ടിമുളയ്ക്കുന്ന സമയത്ത് വളമായിട്ട് ഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വലിയൊരു മാറ്റം വരുത്താൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. കുളവാഴ കൊണ്ടുള്ള പേപ്പർ, കുളവാഴ കൊണ്ടുള്ള ഇതുണ്ടാക്കിയിട്ടുള്ള പാഡ് അകത്ത് വെച്ചിട്ടുള്ള സാനിറ്ററി നാപ്കിൻ, അതുപോലെ തന്നെ കുളവാഴ 5% സിമെന്റിന് പകരം ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്ക്. ഒരു MTech പ്രോജക്റ്റ് ആണ് കേട്ടോ. തിരുവനന്തപുരം ഗവൺമെന്റ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു MTech വിദ്യാർത്ഥിയുടെ പ്രോജക്റ്റ് ആണ് കാണുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് വരെ വന്ന് ഞങ്ങളുടെ കോളേജിൽ ലാബിൽ ഗവേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതമായേക്കാം. എഞ്ചിനീയറിംഗ് കുട്ടികളാണ് വന്ന് കുളവാഴയിൽ പ്രോജക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
പിന്നെ ഞങ്ങൾ ഈ ഗവേഷണത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ട്രെയിനിങ് സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്, ഒത്തിരി പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് ചിത്രങ്ങളായിട്ട് കാണിക്കാം. ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് MOUs, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള MOU, 2 സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പുകൾ, ഒരു വലിയ അന്താരാഷ്ട്ര ഗവേഷണ പദ്ധതി. 3 കോടി രൂപയാണ് കുട്ടനാട്ടിലെ കുളവാഴ പഠിക്കാനായിട്ട് UK ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. 3 കോടി രൂപ സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടു കൂടി എവിടെയൊക്കെ എത്രയൊക്കെ കുളവാഴയുണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഞാനൊരു 2 സ്ലൈഡ് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ്സ് ഗവേഷണം മാത്രമല്ല, അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട്, സമൂഹത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സയന്റിസ്റ്റുകളുടെ ഇടയിലൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകളും അവയർനെസ് സെമിനാറുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് കുളവാഴ പ്രശ്നം പഠിക്കാൻ വന്ന സെൻട്രൽ ടീം, നാഷണൽ എക്സ്പെർട്ട് ടീമിന് മുമ്പിൽ പോയി അവതരിപ്പിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അവരുടെ നിർദ്ദേശത്തിനകത്ത് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. 3ാമത്തെ പോയിന്റ് നോക്കുക, ശേഖരിക്കുന്ന പോളയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കണം, ഞങ്ങളുടെ നിർദ്ദേശമായിരുന്നു. അടുത്ത 4ാമത്തെ പോയിന്റോ, പോളയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായം തേടണം. ഇത് ഞങ്ങളുടെ നിർദ്ദേശമായിരുന്നു. അത് 100 കോടി രൂപയുടെ ഒരു പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാരലായിട്ട് ഇൻഡോ UK പ്രോജക്റ്റിൽ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അതിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുട്ടനാട്ടിലെ കുളവാഴ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണിച്ചു തരാം. ആലപ്പുഴയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പരിശീലനമാണ് ഇവിടെ ഈ കാണുന്നത്. ഞങ്ങളുടെ കോളേജിലെ സാമൂഹ്യ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 2017 ഫെബ്രുവരി 15 നടന്നു. ഇപ്പോൾ 2021 അത് പുതുക്കി വീണ്ടും കുറച്ചുകൂടെ വിപുലമായ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒത്തിരി പേർക്ക്, 100 കണക്കിന് ആളുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അതാ കാണാം. കൂൺ വളർത്തലും പൾപ്പ് നിർമ്മാണവും ചാണകവിരളി നിർമ്മാണവും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. സ്പെഷ്യൽ സ്കൂൾ, ബഡ് സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? ബഡ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂൾസ് ഫോർ മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് സ്റ്റുഡൻസ് ആണ് ബഡ് സ്കൂൾസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. കൊല്ലത്തൊക്കെ ഉണ്ടോ ബഡ് സ്കൂളുകൾ? ഒരെണ്ണമുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാരും എന്തെങ്കിലുമൊക്കെ പറയണം. ആമിന 2-3 പേരുണ്ട്, ആൽവിൻ ഉണ്ട്, അനില, ഉണ്ണി, അഞ്ജലി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണേ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറക്കമെന്ന് ഞാൻ വിചാരിക്കും. ഈ ബഡ് സ്കൂളിലെ ടീച്ചർമാരെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. അവരെ തിരിച്ചു ചെന്ന് അവരുടെ സ്കൂളുകളിൽ പരിശീലിപ്പിച്ചു. ഞാൻ ചില ചിത്രങ്ങൾ കാണിച്ചു തരാം. എന്താ ഇത്? മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിനികളാണ്. അവരുടെ സ്കൂളിൽ ചെന്ന് അവർ ചെയ്യുന്ന സാങ്കേതിക വിദ്യ, അവരുടെ മുഖത്തെ സന്തോഷം നോക്കുക. ഈ പൾപ്പ് അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അവരുണ്ടാക്കി അത് വിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കായൽ പോളയിൽ സൃഷ്ടി മഹത്വം, ഫൈൻ ആർട്സ് ഫ്രം വീഡ്സ്, ഇത് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവർ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നില്ല, നേരെ ആലപ്പുഴ ജയിലിലോട്ട് പോയി. ആലപ്പുഴ ജയിലിൽ ഏതാണ്ട് 70 അന്തേവാസികളുണ്ട്. അവർക്ക് പരിശീലനം കൊടുത്തു. വെറുതെ ഇരിക്കുക, ഗോതമ്പുണ്ടയും തിന്ന്, പഴയ രീതിയിലുള്ള ഗോതമ്പുണ്ടയും തിന്ന്. അപ്പോൾ അവർക്ക് അവരുടെ ഈ ജയിലറൊക്കെ വന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് പോയി പരിശീലനമൊക്കെ കൊടുത്തു. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം നാട്ടിലെ പോളയൊക്കെ ഞങ്ങൾ കൊണ്ടുതരാം, നിങ്ങളതൊന്ന് റെഡിയാക്കി എടുത്തോണം എന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ ഞങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018-ലും 2020-ലും 2 സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ്. ഒന്ന് ഗവൺമെന്റ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം, 2 SD കോളേജ്. 2 പേർക്കും ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവര് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, അതുപോലെ തന്നെ ബയോടെക്നോളജി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം, മെന്ററിംഗ് ഒക്കെ ഇപ്പോൾ 2 ടീംസിനും കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നാഷണൽ ലെവലിൽ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം, പിന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ ഓൺലൈൻ അറ്റൻഡ് ചെയ്ത 2 പേര് ഈ മാസം 29-30 തീയതികളിൽ ആലപ്പുഴയിൽ നേരിട്ട് വന്ന്, ഇപ്പോൾ കോവിഡ് മാറിയതുകൊണ്ട് അവർ നേരിട്ട് വന്ന് പരിശീലനം എടുക്കാനായിട്ട് വരികയാണ്. പൂനെയിൽ നിന്ന് വരികയാണ് ഈ മാസം അവസാനം. ഒരു 3 കോടി രൂപയുടെ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? 2 UK സർവകലാശാലകൾ, 2 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, SD കോളേജ്.
അങ്ങനെ 5 സ്ഥാപനങ്ങൾ ചേർന്നിട്ടുള്ള വലിയ പദ്ധതി ഇപ്പം നടക്കുന്നുണ്ട്. ഗ്ലോബൽ പ്രോജക്റ്റ് 3 കോടി രൂപ. കെനിയയിൽ നിന്ന് നമുക്ക് എൻക്വയറി വന്നു. അതനുസരിച്ചിട്ടൊരു MOU ഒക്കെ ഒപ്പിട്ടിട്ട് അതിൻ്റെ ഇപ്പോൾ കോവിഡ് കാരണം അത് തൽക്കാലം നിന്നിരിക്കുകയാണ്. MOU ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ. ഇത് എക്കോലൂപ്പ് സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് 2018-19 അവർ 3 MTech കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. ഞാൻ അവരുടെ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ST കോളേജിന്റെ കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ഏപ്രിലിലാണ് വേൾഡ് എർത്ത് ഡേക്ക് ഭൗമദിനത്തിൽ ഞങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളുമായിട്ട് വന്നു. ജില്ലാ കളക്ടർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ഒത്തിരി അഭിനന്ദനങ്ങളും അദ്ദേഹം കുറച്ച് ഓർഡറൊക്കെ തന്നിട്ടുണ്ട് നമുക്കത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ. ഇടതുവശത്ത് നിങ്ങൾക്ക് പോളയുടെ ഒരു ഫുൾ ഫോട്ടോ കാണാമല്ലോ. കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുന്ന ഫോട്ടോ. തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്തെ ഉള്ള ബണ്ടുണ്ട്. ആ ബണ്ടിന്റെ അടുത്തുള്ള ചിത്രമാണിത്. 2020 എടുത്ത ചിത്രമാണ് നേരിട്ട്. അതേസമയം സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതേ സമയത്ത് സാറ്റലൈറ്റിന്റെ ദൃശ്യങ്ങളാണ് വലതുവശത്ത് കാണുന്ന, മേളിലും താഴെയായിട്ട് കാണുന്നത്. അത് നീല നിറത്തിൽ കാണുന്നത് മുഴുവൻ കുളവാഴയാണ്. ഇടതുവശത്ത് കാണുന്നത് കുളവാഴ ഇല്ലാത്ത സമയത്തുള്ള ചിത്രം, വലതുവശത്ത് താഴെ കാണുന്നത് കുളവാഴ ഉള്ള സമയത്തെ ചിത്രം. സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ചിട്ട് കുട്ടനാട്ടിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുമ്മാ തോട്ടിക്കിടക്കുന്ന ഈ കുളവാഴ അല്ലെങ്കിൽ പോള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്കിനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം അത് 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് തീർക്കാം. നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള സമയം. ഇതിനെന്താ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിന് വല്ലതും ഉണ്ടോ ഇതിനകത്ത്? കോമേഴ്സുകാരൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. നേരത്തെ ഞാനൊരു 30 കോടിയുടെ പറഞ്ഞു, ഇപ്പോൾ ഒരു 100 കോടിയുടെ പദ്ധതി പറഞ്ഞു. ഇപ്പോൾ 3 കോടിയുടെ റിസർച്ച് പ്രോജക്റ്റാണ് നടക്കുന്നത്. ഇത് വാരി മാറ്റാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഇത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുളവാഴ വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്നാണ് ഈ ഫുൾ പേജ് ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിക്കുന്നത്. കുളവാഴകൾ പൂക്കുമ്പോൾ കൊല്ലം എഡിഷനിൽ വന്നതാണ് കേട്ടോ. ഒക്ടോബർ 3-ാം തീയതി 2018 ഫുൾ പേജാണ് മാതൃഭൂമി കൊല്ലം വന്നത്. കൊല്ലം മേയറൊക്കെ വിളിച്ച് ഞാൻ അവിടെ വന്നൊരു പ്രോജക്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. പിന്നെ മേയർ മാറി, ഇലക്ഷനൊക്കെ മാറി കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ കോളേജിലെ കുട്ടികളെ കുറിച്ച് ദേശാഭിമാനിയിൽ വന്ന ലേഖനമാണ് കളകൾ പണമാക്കുന്ന കുട്ടികൾ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വിൽപ്പനയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഏൺ വൈൽ യു ലേൺ. ഇതാണ് പിന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ടൊക്കെ പിന്നീട് രൂപാന്തരം പ്രാപിച്ചത്. കുളവാഴ കൽപ്പസസ്യം തുറക്കുന്നത് വൻ സാധ്യതകൾ. ഇപ്പൊ ഞാൻ ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയുമായിരിക്കും അല്ലെ എന്താണെന്നുള്ളത്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി 5 ലക്ഷം രൂപ അവരുടെ ബഡ്ജറ്റിൽ വകയിരുത്തി കുളവാഴ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബൃഹത് കേന്ദ്രം ആരംഭിക്കും എന്ന് പറഞ്ഞു. കാര്യമായിട്ടൊന്നും നടന്നില്ല, പക്ഷെ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. പുതിയ കൃഷിമന്ത്രിക്കും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. നായക പദവിയെ ഉയർത്തുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ജൂലൈ മാസത്തിൽ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം കൺക്ലൂഷനിലേക്ക് വരേണ്ടതാണ്. എൻ്റെ സമയം അനുസരിച്ചിട്ടാണ് 3 മിനിറ്റ് കൂടെ ഉണ്ട്. എന്താണ്, നമുക്ക് ഒരു സാധനത്തെയും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എലി, പല്ലി, പാറ്റ, കൊതുക്, മൂട്ട, ഇതിനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര രൂപ മുടക്കുന്നുണ്ട് നമ്മള്? അഭിരാമി, എന്തെങ്കിലും ചെയ്യാൻ ഈ പറഞ്ഞത് തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോ നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് അല്ലേ? ബോയ്സ് ആരും ഇല്ലേ ഇതിനകത്ത്? ഇടയ്ക്ക് ഏതാണ്ട് ശബ്ദമൊക്കെ കേട്ടായിരുന്നല്ലോ. ഒരു പയ്യൻ പോലും ഇല്ലേ? ആരും ഇല്ലേ? വിപിൻ മിണ്ടാതിരിക്കുകയാണോ? വിപിൻ, ഒരു വിനോജ്, വിമലൻ, 2 പേരുടെ പേര് കാണാം ബോയ്സ്. ഹലോ, സാർ പറയാം. ഉണ്ടോ മോനെ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല സാർ. ക്ലിയർ അല്ല. അല്ല, ഒന്നും കേട്ടില്ലേ? അത് ഈ ചോദ്യം മാത്രം കേട്ടില്ലേ? ഇല്ല ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം. എന്നാ പറ ഉണ്ട്. ശരി. ഏതായാലും കുറച്ചു നേരം കൂടെ സഹിക്കുക കേട്ടോ മോനെ. അപ്പൊ നമ്മുടെ ചരിത്രം തെളിയിക്കുന്നത് ഇതിനെ ഒരിക്കലും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ വേണം? എക്കണോമിക്കലി വയബിൾ ആയിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ആർക്ക് വേണം ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ ഇത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇതര
പരിപാടികൾ നടത്തണം എന്നുള്ളതാണ്. ഇതാണ് ലോകത്തിലെ വേൾഡ്സ് വേഴ്സ്റ്റ് വീഡ് ഫ്രം ആമസോൺ റിവർ, സൗത്ത് അമേരിക്കയിലെ ആമസോൺ നദീതടത്തിൽ ഉത്ഭവിച്ച് ഇപ്പൊ Amazon.com വിൽപ്പനയ്ക്ക് വരുന്ന അപൂർവ സസ്യത്തിന്റെ കഥ. മനസ്സിലായല്ലോ. അന്താരാഷ്ട്ര ശ്രദ്ധ വന്നിട്ടുണ്ട്. ഇത് ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ്, ഇത് അമേരിക്കക്കാരൻ MBA കാരനാണ്. ഇദ്ദേഹം വന്ന് പഠിച്ച് എല്ലാം പിന്നെ ഡോക്യുമെന്ററി ഒക്കെ ആക്കിയിട്ടുണ്ട്. തോമസ് ഐസക് സാറ്, ഇപ്പോഴത്തെ കൃഷിമന്ത്രി. ഞങ്ങളുടെ ഗവേഷണങ്ങളൊക്കെ പറയുന്നു, പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ഫുൾ പേജ് ഒക്കെയാണ് ഇഷ്ടംപോലെ വരുന്നത്. ഏലിയൻ ഇൻവേഷൻസ് എന്നാണ് ഹിന്ദു ഇതിനെ ഇതാക്കിയത്. ഇത് ഓൺലൈനായിട്ട് വന്ന ആർട്ടിക്കിൾസ് ഒക്കെയാണ്, വീഡിയോസ് ഉണ്ട്. മാതൃഭൂമി നടത്തിയ വലിയ പ്രോജക്ട് കോമ്പറ്റീഷൻ, സ്റ്റേറ്റ് ലെവൽ പ്രോജക്ട് കോമ്പറ്റീഷൻ 2013 നടത്തിയപ്പോൾ 300 ടീമിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അന്ന് 1 ലക്ഷം രൂപയാണ് നമുക്ക് ഇതിനായിട്ട് കിട്ടിയത്. മാസ്റ്റർ മൈൻഡ്, മനോരമ യുവ മാസ്റ്റർ മൈൻഡ് 2016 ഫൈനലിസ്റ്റുകളായിരുന്നു ഞങ്ങളുടെ ടീം. ഇത് സുവോളജി ബോട്ടണി പിള്ളേരൊന്നും അല്ല, ഇത് കോമേഴ്സുകാരും മാത്തമാറ്റിക്സുകാരും സുവോളജിക്കാരും ഒക്കെ ഉള്ള ടീമാണ്. റൂറൽ ഇന്നോവേറ്റർ അവാർഡിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. ഗ്രാമീണ ഗവേഷക സംഗമത്തിൽ വെച്ച് 2 തവണയാണ് ഇതിന് ഇതുപോലെയുള്ള വർക്കുകൾക്ക് സമ്മാനം കിട്ടിയത്. കൈരളി TV ഇതിപ്പോൾ ലൈവായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൈരളി TV അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് പച്ച മലയാളം ഫെബ്രുവരി 10, 2018 അടിച്ചു കൊടുത്താൽ ഒരു 18 മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമാക്കി പറയുന്നുണ്ട്. പച്ച മലയാളം ഫെബ്രുവരി 10, 2018 എന്നടിച്ചാൽ മതി. ഇത് മഹാരാഷ്ട്രയിലെ കളക്ടർ നമ്മളോട് ചോദിച്ച ഇതാണ്. അവർക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പം തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര മേളയിൽ 3ാം സ്ഥാനമായിരുന്നു. 330 സ്റ്റാളിൽ നിന്നും നമുക്ക് വൈഗ എന്ന് പറയുന്ന വാല്യൂ അഡീഷൻ ആൻഡ് ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ നമുക്ക് കിട്ടിയത്. നാളെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ 70ാം ജന്മദിനമാണ്. അതിന് ഞങ്ങളുടെ കുളവാഴ പേപ്പറിൽ അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ചിത്രം പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ സമർപ്പിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഈ ഇൻഡോ UK പ്രോജക്റ്റും. എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ ഒരു PhD സ്റ്റുഡന്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ക്വാസുലു നാത്താൽ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യാണ്. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പബ്ലിക്കേഷനും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിനെ പുതിയ കൽപ്പസസ്യമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കുമെന്നല്ലേ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പൊ വീടാണോ വെൽത്താണോ? ആഹാ, ആജ്മി ഇത്ര പെട്ടെന്ന് അഭിപ്രായം മാറ്റിയോ? 2 ആജ്മിമാരും പെട്ടെന്ന് മാറ്റിയല്ലോ. ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്താണ് ഇത്, വീടാണോ വെൽത്താണോ? ശ്രീകുട്ടിയൊക്കെ ഇപ്പൊ കയറി വരുന്നേ ഉള്ളതോ ഇടയ്ക്ക് ലെഫ്റ്റ് ആയതാണോ? വീടായിരുന്നു ഒരു സാധനത്തിനെ വെൽത്താക്കി മാറ്റിയതല്ലേ സാർ? മാറ്റിയതാണ്. അപ്പൊ എന്നാൽ ഉത്തരം പറയൂ, വീടാണോ വെൽത്താണോ? ഇപ്പൊ പറഞ്ഞു വെൽത്താണ്. അതെ. അപ്പൊ വേൾഡ്സ് വേഴ്സ്റ്റ് വീഡ് ഇൻടു എ കൽപ്പസസ്യ. കൽപ്പസസ്യം എന്നുള്ള വാക്ക് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ശാസ്ത്രം മാത്രമല്ല, പുതിയ മലയാള പദങ്ങളും ഞങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. കുളവാഴ വില കൊടുത്ത് വാങ്ങാനുള്ള ആളുകളുണ്ട് കേട്ടോ. നല്ല നീളമുള്ളതാണ്, ഉണക്കി കൊടുത്താൽ ഇപ്പോൾ 50 രൂപ കിട്ടും. 2012 35 രൂപയായിരുന്നു, ഇപ്പൊ 50 രൂപ കൂടുതൽ കിട്ടും. കിട്ടാനില്ല എന്നാണ് കംപ്ലൈന്റ്. ഞങ്ങൾ ധാരാളം റിസർച്ച് പ്രോജക്ട്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സെന്റർ ഫോർ റിസർച്ച് ഓൺ അക്വാട്ടിക് റിസോഴ്സസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വർക്കുകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും. എല്ലാവർക്കുമുള്ള നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മുംതാസ് ടീച്ചറും ബാക്കിയുള്ള TKM കോളേജിലെ അധ്യാപകരോടും. 3/4 മണിക്കൂർ, ഞാനിപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കാരണം നമുക്ക് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം 2-3 മിനിറ്റ് വന്നായിരുന്നു. നോക്കുക, ഇത് ST കോളേജിന്റെ ഒരു ആകാശ ദൃശ്യമാണ്. എൻ്റെ ഗവേഷക വിദ്യാർത്ഥികൾ ഡോക്ടർ സ്നിഷ, ഡോക്ടർ ബിന്ദു, ഇപ്പോൾ ഗവേഷണം ചെയ്യുന്ന അനൂപ്, അവരും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് ഗാന്ധിജിയും ഈ പറഞ്ഞതുപോലെ അബ്ദുൽ കലാമുമാണ്. ഈ രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് കുളവാഴ കൊണ്ടാണ്. 3 കിലോ കുളവാഴ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് അബ്ദുൽ കലാമിനെ, അദ്ദേഹത്തിനുള്ള ആദരവ് അദ്ദേഹം മരിച്ച സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികം പ്രമാണിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ തന്നെ പയ്യനായ അർജുൻ ലാൽ ഇപ്പോൾ കോളേജ് ടോപ്പറായിട്ട് ST കോളേജിൽ നിന്ന് പുറത്തിറങ്ങി, സുവോളജി വിദ്യാർത്ഥിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഉണ്ടാക്കിയ ഗാന്ധിജിയുടെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്.
അബ്ദുൽ കലാം നമ്മളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതാണ് അല്ലെ? എന്തായിരുന്നു അബ്ദുൽ കലാം സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അഫ്രയോ അഹല്യയോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആൽവിൻ ആണെങ്കിലും മതി. എന്താണ് അബ്ദുൽ കലാം സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഉറങ്ങുമ്പോൾ കാണുന്നതെല്ലാം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നു. ആ, കറക്റ്റ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സാധനമല്ല സ്വപ്നം, നമ്മളുടെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണം സ്വപ്നം എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞത് അല്ലേ? ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ നേരത്തെ നമ്മുടെ നാട്ടിലെ കുറെ ജലാശയങ്ങളുടെ ചിത്രം കാണിച്ചിരുന്നു അല്ലേ? മുഴുവൻ പോളയൊക്കെ തിങ്ങി അല്ലെങ്കിൽ കുളവാഴയൊക്കെ നിറഞ്ഞ് വൃത്തികേടായിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ അല്ലേ? അതല്ലേ കണ്ടത്? അപ്പൊ എന്റെ സ്വപ്നം ഇതാണ്, ഫ്രം വീഡ്സ് ഓൺ കൺട്രി ടു ഗോഡ്സ് ഓൺ കൺട്രി. നല്ല മനോഹരമായ ഒരു പോള പോലും എടുക്കാനില്ലാത്ത നല്ല സുന്ദരമായിട്ടുള്ള ജലാശയങ്ങൾ, അതിൽ നീന്തി തുടിക്കുന്ന കൊച്ചുകുട്ടികൾ, അതിൽ മീൻ പിടിക്കുന്ന ആളുകൾ, അതിൽ നിന്നും പിന്നെ കാണാൻ കാഴ്ചകൾ വരുന്ന വിദേശികൾ, സ്വദേശികൾ അല്ലെ? അങ്ങനെ മനോഹരമായ ഒരു സ്വപ്നമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അത് ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. എനിക്ക് തന്ന 45 മിനിറ്റ് നേരം ഞാൻ വളരെ എനിക്ക് എന്നാൽ കഴിയും വിധം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ അതിനുവേണ്ടിയുള്ള അവസരമാണ്. അവസരം തന്ന ബഹുമാനപ്പെട്ട എല്ലാ TKM കോളേജിലെ അധ്യാപകരോടും മാനേജ്മെന്റിനോടുമുള്ള കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വളരെ ഇൻഫർമേറ്റീവായ, വളരെ ഇന്നവേറ്റീവായ ഐഡിയാസൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി, ഞങ്ങൾക്കും പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ സാർ ഇനി കുട്ടികൾക്കുള്ള ഡൗട്ട്സ്, കുട്ടികൾക്കും അധ്യാപകർക്കും ഉള്ള ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. അപ്പോൾ കുട്ടികൾ ഈ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഹലോ സാർ. അഞ്ജലി. അഞ്ജലിയാണ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ കുളവാഴികളാണ്, വാട്ടർ ഹയാസിന്തിലാണ് ഞാൻ റിസർച്ച് നടത്തി ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരണം എന്നൊരു മൊമെന്റ് സാറിന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? റിസർച്ച് എന്റെ ഫീൽഡ് ഇതാണ്, വാട്ടർ ഹയാസിന്ത് ആണ് എന്റെ, അതിലാണ് ഞാൻ എന്തെങ്കിലും നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് തോന്നിയ ആ മൊമെന്റ് എപ്പോഴായിരുന്നു സാർ? അങ്ങനെ ഒരു സ്പാർക്ക് മൊമെന്റ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാനടുത്ത് പറഞ്ഞു. നമുക്ക് ഒത്തിരി കനാലുകളുണ്ട്, കിഴക്കിന്റെ വെനീസാണ്. പക്ഷെ ഞാൻ വളർന്ന സമയത്തൊക്കെ ഈ പോള മുഴുവൻ, നമ്മുടെ ഈ കനാലുകൾ മുഴുവൻ പോള തിങ്ങി വളരെ വൃത്തികേടായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതിനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. PhD കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗവേഷണം ചെയ്യണം. അപ്പൊ PhD ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിന്റെ കൂടെ അദ്ദേഹമോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുകയും ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം, PhD കിട്ടിയതിന് ശേഷം സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാനുള്ള ലൈസൻസ് ആണ് PhD എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ MBBS എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലെ വെറ്റിനറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെ ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ PhD എന്ന് പറയുമ്പോൾ ഒഫീഷ്യലി ഇറ്റ് ഈസ് ദ ലൈസൻസ് ടു ഡു ഇൻഡിപെൻഡന്റ് റിസർച്ച്. പിന്നെ PhD വേണമെന്നൊന്നുമില്ല, റിസർച്ച് ചെയ്യാൻ ആർക്കും റിസർച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. പക്ഷെ ഫോർമലായിട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് റിസർച്ച് എൻ്റെ PhD കഴിഞ്ഞതിന് ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വിഷയത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്ന ആ സാഹചര്യം നമുക്കൊന്ന് എങ്ങനെ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ചിന്ത പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അല്ല ഒരു മോമെന്റിൽ എനിക്ക് തോന്നിയതല്ല. അതാണ് സത്യം. പിന്നെ ഹൈടെക് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ചെയ്ത്. ഞാൻ പറഞ്ഞു 1998 തുടങ്ങി. നിങ്ങളൊന്നും ജനിച്ച് കാണത്തില്ല ആ സമയത്ത്. ആ 1998 തുടങ്ങിയ സാധനം 2008 2009 വരെ ഹൈടെക് വർക്കായിട്ടാണ് ചെയ്തത്. പിന്നെ അതിന്റെ തിരിച്ചറിവ് അതിന്റെ ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് ഗ്രാമീണ സാങ്കേതിക വിദ്യയിലേക്ക് പോയത്. 10 വർഷത്തിൽ താഴെ ആ രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ അഞ്ജലി. താങ്ക് യു സർ.
ഒരു ചോദ്യമുള്ളോ? സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാർ? പിന്നെന്താ? സാർ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ദൗർലഭ്യം വരുന്ന ഒരു സാഹചര്യം സാറ് മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾ കണ്ട ഈ ടെക്നോളജി മുഴുവൻ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സങ്കല്പമായിട്ടാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് വലിയ ഫാക്ടറികളോ വലിയ സ്ഥാപനങ്ങളോ അല്ല. നിങ്ങൾ ഇതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുളമുണ്ട്, അല്ലെങ്കിൽ കനാലിൻ്റെ തീരത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതെപ്പോൾ കിട്ടുന്നോ അപ്പോൾ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബാക്കി തൊഴിലുകളൊക്കെ ചെയ്യാം. കൃഷിയാണോ, മത്സ്യബന്ധനമാണോ, മറ്റ് ജോലികളാണോ, അല്ലെങ്കിൽ അതെന്താണോ, അതൊക്കെ നടക്കട്ടെ. ഈ പ്രശ്നം ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഞാനിതിനെ മുമ്പോട്ട് വയ്ക്കുകയാണ്. രണ്ടാമത്, വലിയ ഇൻഡസ്ട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ടീച്ചർ പറഞ്ഞതുപോലത്തെ ഒരു ഇഷ്യൂ ഇതിനകത്ത് വരും. അപ്പൊ കളക്ഷൻ, ഈ സാധനം കേരളത്തിൽ മൊത്തം ഉണ്ട്, ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, പക്ഷെ അതിനെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വലിയ ചെലവുണ്ടാവും. അതും ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം സാധാരണഗതിയിൽ വരാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ ഒരാഴ്ച അനങ്ങാതെ ഒരു സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ അവിടെ വീണ്ടും വളർന്നോളും. അങ്ങനെ ഉള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. വലിയ ഇൻഡസ്ട്രി സ്ഥാപിച്ച് ഒരു സ്ഥലത്തുള്ളത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്ഥലത്ത് നിന്ന് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കുറച്ച് ചിലവൊക്കെ വരും. അപ്പം ഞാൻ പറയുന്നത് ചെറുകിട ഇൻഡസ്ട്രീസ് ആയിട്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, ചെറിയ ചെറിയ കൂട്ടായ്മകൾക്കൊക്കെ പാർട്ട് ടൈം ആയിട്ടോ ഇതെപ്പോൾ കിട്ടുമോ അപ്പം ചെയ്യുക. അതാണ് എനിക്കുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് പീപ്പിൾ പാർട്ടിസിപ്പേറ്ററി മൂവ്മെന്റ് അല്ലെങ്കിൽ മോഡൽ എന്നാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. താങ്ക് യു സർ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? പിന്നെന്താ? യൂട്രോഫിക്കേഷൻ ആണല്ലോ സാർ ഒരു മെയിൻ റീസൺ ഇതിങ്ങനെ കൂടാനുള്ളത്. അതെ. അപ്പോൾ അതുമായിട്ട് സാറിന്റെ സ്റ്റഡീസിന്റെ ഒരു കൺക്ലൂഷൻ എന്താണ് സാർ? യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ചോദ്യമാണ് മുംതാസ് ടീച്ചർ ചോദിച്ചത്. അത് നമ്മളിപ്പം കൃഷി ചെയ്യുന്നുണ്ട്, ആ പാടത്തൊക്കെ ധാരാളം വളങ്ങൾ ഇടുന്നുണ്ട്, ഫെർട്ടിലൈസർ. ഈ വളങ്ങളിൽ ഒരു 50% ആ പ്ലാന്റ് എടുക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ വെള്ളത്തിലോട്ട് പോയി അത് പിന്നെ അൺയൂസ്ഡ് ആയിട്ട് വരികയാണ്. അത് മുഴുവൻ ഈ വാട്ടർ ബോഡീസിലേക്കാണ് വരുന്നത്. നമ്മുടെ പാടത്തു നിന്നുള്ള വെള്ളമൊക്കെ അവസാനം വന്നെത്തുന്നത് ഈ ജലാശയങ്ങളിലേക്കാണ്. അപ്പോൾ അവിടെ ന്യൂട്രിയന്റ് കൂടുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളുണ്ട്, അവിടെ നിന്നുള്ള വേസ്റ്റ് നമ്മൾ തന്നെ പൊതിഞ്ഞു കെട്ടി അവിടെ കൊണ്ടിടും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓർഗാനിക് ആയിട്ടുള്ളതും ഇനോർഗാനിക് ആയിട്ടുമായിട്ടുള്ള മാറ്റർ കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ്. ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് വരുമ്പോൾ അവിടെ ഇതുപോലുള്ള കളസസ്യങ്ങൾ കൂടുന്നതായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്, ഈ രണ്ട് സാധനങ്ങളാണ് ഈ കുളവാഴയുടെ വളർച്ചയെ ഏറ്റവും അധികം സഹായിക്കുന്നത്. ഓൾറെഡി കാർഷിക സർവകലാശാല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഇൻഡോ UK പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടും ഇതിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിന്റെ സമയത്ത് കുളവാഴ കൂടി നിൽക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ്, കെമിക്കൽ, pH, ടെമ്പറേച്ചർ, ഡിസോൾഡ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻ ലോഡ് എല്ലാം കണ്ടുപിടിക്കാനുള്ള പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചു. സാർ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ അക്വാട്ടിക് ഇപ്പം കായലിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള ഫിഷിനൊക്കെ നല്ല പ്രശ്നമാണെന്ന്. നമുക്കിതിനെ ഫിഷ് ഒന്നും ഇല്ലാതെ നമ്മൾ സെപ്പറേറ്റ്ലി വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ വളർത്തിയെടുത്ത് ചെയ്യാൻ പറ്റുമോ? അല്ല, അതിനുവേണ്ടി വളർത്തണമെന്ന് ഇല്ലല്ലോ. ഇപ്പൊ ഓൾറെഡി ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ ഈ ലേക്കുകളിലുള്ള സാധനം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഇത് അതിന് വളർത്തുന്നതിന് വേണ്ടി വേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. ദൗർലഭ്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ അതൊരു വളർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നില്ല. അതല്ലാതെ തന്നെ വളർന്നോളും. പിന്നെ ഈ തായ്ലാന്റിലും വിയറ്റ്നാമിലൊക്കെ ഇത് വെച്ച് ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചിത്രങ്ങളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ടി നല്ല നീളമുള്ള തണ്ടുള്ളത് വേണം. അതവർ വളർത്തുന്നുണ്ട്. ഒരേ നിറവും
നീളവും ഒക്കെയുള്ള സ്പെഷ്യൽ വെറൈറ്റി അവർ ഈ മറിയം പറഞ്ഞതുപോലെ തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. അത് പിന്നെ നല്ല ഇൻവെസ്റ്റ്മെന്റ്, നല്ല കാശ് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് സർക്കാർ തന്നെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ ജലാശയങ്ങളിൽ അവർ വളർത്തുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. സാർ, ഇത് സ്കൂളിലൊക്കെ ഇങ്ങനെ കുറെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് എത്ര രൂപയുടെ ഒരു ചെലവ് വരും നമ്മൾ ഈ ഒരു കുളവാഴ ആ ഒരു മെറ്റീരിയൽ ആക്കി എടുക്കാൻ വേണ്ടി? വലിയ ചെലവില്ല. ഞങ്ങള് ഗ്രാമീണ സാങ്കേതിക വിദ്യകളാണ് വികസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതില് ഞങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് ഒരു മിക്സി, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മിക്സി, ഒരു പ്രഷർ കുക്കർ, ചൂടാക്കാനായിട്ട് ഒന്നുകിൽ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ്, പിന്നെ കത്തിയും അത്യാവശ്യം കുറച്ച് പാത്രവും വെള്ളവും ഒക്കെ മതി. അപ്പോൾ ഇത് വലിയ ചെലവില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പോള എന്ന് പറയുന്നത് നമുക്ക് തന്നെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആണ്. പിന്നെ ഒട്ടും ചെലവില്ല എന്നുള്ളതാണ്. നമ്മളുടെ അധ്വാനം നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വലിയ ചെലവൊന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നത്. കിട്ടുന്നത് കൂടുതലും ലാഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ആയിട്ട് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കളക്ഷനായിട്ട് ആരെങ്കിലും ഇടപാട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100-100 രൂപ കൊടുത്താൽ അവർ 1-2 ചാക്ക് സാധനം നമുക്ക് കൊണ്ടുതരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചിലവുകളേ ഉള്ളൂ. ബൈൻഡർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വേണം, ആദ്യ സമയത്ത് കുറച്ച് മോൾഡ് അതുപോലെയുള്ള സാധനങ്ങൾ വേണം, പശ വാങ്ങിക്കാനായിട്ടുള്ള കുറച്ച് പൈസ വരും. എന്നാലും ഹ്യൂജ് ആയിട്ടൊന്നുമില്ല. ചില ആയിരങ്ങൾ, ഒരു 10,000 രൂപയിൽ താഴെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മിക്സിയും കുക്കറും ഒക്കെ വാങ്ങിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡോക്ടർ ഷഹനാസ് ടീച്ചർ, ED ക്ലബ് കോർഡിനേറ്റർ, ടീച്ചറിനെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ടീച്ചർ, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സമയവും സൗകര്യവും ഒക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. മുംതാസ് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനോടുള്ള സാങ്കേതിക വിദ്യകൾ ലൈവായിട്ട് ചെയ്യാനുള്ള അവസരം, നിങ്ങൾ താല്പര്യമുള്ളവർ ടീച്ചറെ കോൺടാക്ട് ചെയ്യണം. നമ്മളത് അടുത്ത ലെവലിൽ നമുക്ക് ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. താങ്ക് യു. ഷഹനാസ് ടീച്ചർ, ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഓക്കെ ടീച്ചർ. ടീച്ചർ വോട്ട് ഓഫ് താങ്ക്സ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ ചീഫ് റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ നാഗേന്ദ്ര പ്രഭു, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, സെന്റർ ഫോർ റിസർച്ച് ഓൺ അക്വാറ്റിക് റിസോഴ്സസ്, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജി, SD കോളേജ് ആലപ്പി, ഫാക്കൽറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജി, മുംതാസ് ടീച്ചർ, മൈ ഡിയർ സ്റ്റുഡൻസ്. പഠനം എന്നുള്ളത് ശരിക്കും ഒരു ക്ലാസ് റൂമിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളോ എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കാതെ ശരിക്കും പഠനം എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് സ്കിൽസ് നേടുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും ഇങ്ങനെയുള്ള വെബിനാറും എല്ലാം ശരിക്കും അതിനെ മാറ്റുരയ്ക്കുന്ന ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എന്താ പറയാ, ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, നമ്മൾ സാധാരണ ഒരു വെബിനാർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സെമിനാർ ഒക്കെ ആണെങ്കിൽ അത്രയും ഇതെന്തുവാ എന്നുള്ള രീതിയിലായിരിക്കും സാറേ ഞാൻ തുറന്ന് തന്നെ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുകയാണ്, തുടക്കം മുതൽ അവസാനം വരെയും ഇത്രയും എന്തൂസിയാസമായിട്ടും ഇത്രയും സ്പിരിറ്റോട് കൂടി കണ്ട വേറൊരു പ്രോഗ്രാം ഇല്ല. അത്രയും വളരെ സന്തോഷമുണ്ട്. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരിക്കാം. സുവോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റുഡൻസിന് ഏറെക്കുറെയൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ പഠിക്കുന്നുണ്ടാവും. പക്ഷെ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് സാർ അത് ഇത്രയും ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടും. ഈ ഒരു സാധനത്തിന് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നതും അതൊരു തലവേദനയാണെന്ന് പറയുന്ന സാധനത്തിനെ
എന്താ പറയുന്നത്, അതിനെ സ്കെയിലപ്പ് ചെയ്ത് ഇത്രയും രീതിയിൽ കൊണ്ടുവന്ന സാറിനോട് ശരിക്കും ബഹുമാനം തോന്നുകയാണ്. സാറിനെ പരിചയപ്പെടാൻ മുംതാസ് ടീച്ചറിലൂടെ എനിക്ക് സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ശരിക്കും ഞാൻ ഈ ഒരു നിമിഷം എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. സാറേ, ഞാൻ ഇത് വെറുതെ ഫ്ലാറ്റർ ചെയ്യുന്നതല്ല, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഈ പ്രോഗ്രാം. ഈ ഒരു സാധനത്തിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? ശരിക്കും സാറിന് 45 മിനിറ്റേ തന്നു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു കുറ്റബോധമായിട്ട് എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ശരിക്കും ഇനിയും സാറ് കുറെ സ്ലൈഡ്സ് ഒക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞു. സാർ അതിന്റെയൊക്കെ ഒരു ഫോട്ടോസ് ഉള്ള സ്ലൈഡ്സ് ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. നമുക്കെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു അവസരത്തിൽ ശരിക്കും സാറിനോട് വളരെയധികം ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജിയുടെ പേരിലും ഞങ്ങളുടെ കോളേജിന്റെ പേരിലും സാറിനോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അടുത്ത താങ്ക് യു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിന് ടീച്ചറിനോട് ഞങ്ങൾ ഈ ഒരു കാര്യം പറയും, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്യണമെന്ന് നമ്മളെ എപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നതാണ് ടീച്ചർ. ടീച്ചർ ഇപ്പം കൂടിയിട്ടില്ല. ഈ ടീച്ചറിന്റെ ആബ്സെൻസിലും ടീച്ചറിനോട് അങ്ങേയറ്റം നന്ദി പറയുകയാണ്. പിന്നെ മുംതാസ് ടീച്ചറാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ എന്താ പറയുന്നത്, നമ്മളെ ആണി എന്ന് പറയുന്നത്. ശരിക്കും പുള്ളിക്കാരി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നടക്കില്ലായിരുന്നു. ടീച്ചറിനോട് ഞാൻ ഈ അവസരത്തിൽ അങ്ങേയറ്റം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ നമ്മളെ സ്റ്റുഡൻസ് ഒരു പ്രോഗ്രാമിന്റെ സക്സസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം നല്ലതായിരിക്കില്ല. അവരുടെ അങ്ങേയറ്റത്തെ സഹകരണവും പാർട്ടിസിപ്പേഷനും കൊണ്ട് ഈ പ്രോഗ്രാം നല്ലതായിട്ട് വന്നു. അവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ. നേരത്തെ ടീച്ചർ സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് സാറിനോട് ആരാധനയെന്ന് വെച്ചാൽ ഒരുപാട് ഗവേഷകരെ സയൻറ്റിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ അത് ക്ലിക്കാവും, അവർ പുറത്ത് കൊണ്ടുപോയി പുറം രാജ്യങ്ങളിൽ മറിച്ച് വിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ സാറിനെ പോലുള്ളവരാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ഒരു പ്രചോദനം തന്നെയാണ് സാറിൻ്റെ ഇന്നോവേറ്റീവ് ഐഡിയാസും ഈ ലാളിത്യവും നമ്മളോടുള്ള സമീപനവും ഒക്കെയാണ് സാറിനോട് എനിക്ക് ആരാധന. ശരിക്കും ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒരുപാട് ഇനിയും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സാറിനെ നമുക്ക് കുറ്റബോധമൊന്നും വേണ്ട ടീച്ചറെ, നമ്മൾ സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. നമ്മൾ ഫുൾ റിസോഴ്സസ് സാറിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും സാർ നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ലൈവ് സെക്ഷൻ നേരിട്ട് തന്നെ കോളേജിൽ സാർ വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് മികച്ച ഇനി അടുത്ത ഒരു സെക്ഷൻ, ട്രെയിനിങ് സെക്ഷൻ, ഇത് ലൈവായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾക്കും കുട്ടികൾക്കും മികച്ച ഒരു ട്രെയിനിങ് സെക്ഷൻ തന്ന് വളരെ ഒരു മികച്ച ആശയം ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നതിന് സാറിന് എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഒന്നുകൂടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സാർ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല സാർ. അപ്പോൾ ഒരുപാട് നന്ദി. അതുപോലെ ഷഹനാസ് ടീച്ചറിനും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മറ്റെല്ലാ അധ്യാപകർക്കും സാർ. അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും അടുത്ത പ്രോഗ്രാമിലൂടെ കണ്ടുമുട്ടാം, നമുക്ക് ലൈവ് സെക്ഷനിലൂടെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടീച്ചർ. അപ്പോൾ നമുക്ക് എന്താ വൈൻഡപ്പ് ചെയ്യാമല്ലോ മിസ്? ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് എനിക്കും ബോറടിച്ചില്ല. ചിലരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും.